പെയിൻ കില്ലേഴ്സ് കൊണ്ട് നടക്കുന്ന ഒരു 90s കിഡ് അറിയില്ല. എനിക്ക് അർത്ഥം അറിയോ? ഫ്രണ്ടിന് മുകളിൽ കല്യാണം കഴിച്ചതിന്റെ പേരിൽ അനുഭവിക്കുന്ന പുരുഷന്മാരുടെ റീലുകളാണ് ഞാൻ കൂടുതലും കാണുന്നത്. സ്ത്രീകളുടെ റീലുകളിൽ സ്ത്രീകൾ അത് റീല് ചെയ്യേണ്ടെന്ന് വിചാരിച്ചായിരിക്കും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. തോന്നിയ പോലെ നിങ്ങളുടെ കട്ടിലേക്ക് കിടന്ന് ഈ സൈഡ് മുതൽ അങ്ങേ സൈഡ് വരെ ഉരുള നടക്കത്തില്ല കല്യാണം കഴിഞ്ഞു. അത് നടക്കണമെന്നില്ല. ഈ പുതിയ കുട്ടികൾ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുന്നു. അത് ചെറിയ കാര്യമല്ല. കാരണം അതിൽ കെട്ടി തൂങ്ങി കിടക്കുക, കള്ളു കുടിക്കുക, കഞ്ചാവ് അടിക്കുക, അതാണ് പൂമാലയൊക്കെ ഇട്ടിട്ട് കല്യാണം കഴിക്കുന്ന ചെറിയ പിള്ളേരെ കണ്ടിട്ടുണ്ടോ? എന്നുവെച്ചാൽ ആദ്യമൊക്കെ ഞാൻ മറന്നുപോയി. തഞ്ചാവൂര് പട്ടം പൊന്നുമാളെ എന്റെ മക്കളൊക്കെ ഇപ്പൊ തന്നെ 30 വയസ്സ് വരെയുള്ള എന്ത് ചെയ്യണം എന്നെ വിളിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങി. ഞാൻ ഇവിടെ നാളത്തെ ഇതുവരെ അപ്പൊ ഈ സമൂഹത്തിന്റെ നൈരന്തര്യത്തെ കുറിച്ച് കുട്ടിക്ക് ഒരു പ്ലാനും ഇല്ല നടത്തേ. ഗോസ്റ്റിംഗ്, വിവാഹം, കുടുംബം, ഇതൊക്കെ മനസ്സിൽ സ്നേഹത്തിന്റെ കിരണങ്ങൾ. യുവാവ് അപ്പുറത്ത് പൊട്ടിക്കറിയാൻ തുടങ്ങി. എന്റെ കയ്യും കാര്യം തളർന്നു. ഞാനിപ്പോ ഏതൊരു ഹോസ്പിറ്റലിൽ എവിടെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഞാൻ പാലാരിവട്ടം സിഗ്നലിൽ നിൽക്കാം. ജപ്പാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല കുട്ടികളെ പോലും. ടച്ച് ഒരു ഭയങ്കര പ്രശ്നമാണല്ലോ. സലിംകുമാർ അതിനെ കുറിച്ച് ഒരു വാചകം പറഞ്ഞിട്ടുണ്ടല്ലോ, ദർശനേ പുണ്യം സ്പർശനേ പാപം. എന്തുകൊണ്ടായിരിക്കും ഈ ജെൻസിക്കാർ അധികം ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു കമൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുന്നതെന്നാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു വെറുതെ ഒരു പൊല്ലാപ്പെടുത്ത് തലയിൽ വെക്കേണ്ടതാണോ? കാരണം മുന്നിൽ കാണുന്നതൊക്കെ ഒരുപാട് ഈ ഡിവോഴ്സ് കേസസ്, കുടുംബ പ്രശ്നങ്ങൾ, ഫ്രീഡം നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കാണുമല്ലോ അല്ലേ? അങ്ങനെ ജെൻസിക്കാർ ആകെ കല്യാണം കഴിക്കാൻ മടിയുള്ളവരാണെന്നുള്ള സംഗതി ഉണ്ടോ ശരിക്കും? ദിവ്യ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കയറിയ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു 3 കൈൻഡ് ഓഫ് ആൾക്കാരുണ്ട്. ഒന്നൊരു 30 വയസ്സായിട്ടും കല്യാണം കഴിക്കാൻ പറ്റാത്തവരുടെ ദീനരോധനം വിത്ത് ബീജിയം. അത് 90s കിഡ്സ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ബോയ്സ് ആണ്. ജെൻസിക്കാരുടെ കൂടുതൽ ലൈൻ സെറ്റ് ആവാത്തവരുടെ ബഹളം, അവരുടെ വിലാപങ്ങൾ, അതിൻ്റെ ഉള്ള സാഡ് മ്യൂസിക്, അതിനെ ചൊല്ലിയുള്ള പൂച്ചയുടെ മീൻ വരെ ഇപ്പം അതാണ്. കണ്ടിട്ടില്ലേ? പിന്നെ ഉള്ള ഒന്ന് എന്താണ്, കല്യാണം കഴിക്കാനേ ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. പാട്ടിട്ട് റീലിടുന്നുണ്ട്. യെസ്, ഞങ്ങള് ആൽഫ മെന്നാണെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കല്യാണം ഒന്നും കഴിക്കാൻ ഒരു താല്പര്യമില്ല. സിഗ്മയാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന ആൾക്കാർ. മൂന്നാമതൊരു വിഭാഗമുണ്ട്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്ന്, കല്യാണം കഴിച്ചതിന്റെ പേരിൽ അനുഭവിക്കുന്ന മനുഷ്യന്മാരുടെ പക്ഷെ അത് ലോകത്തെല്ലായിടത്തും ഒരേ തരത്തിലുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റും. കല്യാണം കഴിച്ചതിന്റെ പേരിൽ അനുഭവിക്കുന്ന പുരുഷന്മാരുടെ റീലുകളാണ് ഞാൻ കൂടുതലും കാണുന്നത്. സ്ത്രീകളുടെ റീലുകളിൽ സ്ത്രീകൾ അത് റീല് ചെയ്യേണ്ടെന്ന് വിചാരിച്ചായിരിക്കും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. ഡിവോഴ്സ് ചെയ്യുന്ന സ്ത്രീകളല്ല. എനിക്ക് തോന്നുന്നു ദിവ്യ ചോദിച്ചതില് ഇപ്പൊ അത് വേണ്ടാന്ന് വെക്കാനുള്ള മെയിൻ റീസൺ ഡിവോഴ്സ് കൂടുന്നുണ്ട്. 1, 2 നമ്മൾ എത്ര വാർത്തകൾ പുറത്തുവിടുന്നു. കല്യാണം കഴിച്ചാലേ ഡിവോഴ്സ് ചെയ്യാൻ പറ്റൂ? അല്ല, കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി? ഇപ്പൊ എല്ലാവരും വിമൻസ് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ്, മീൻസ് സെൽഫ് ഇൻഡിപെൻഡന്റ് ആണ്. എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടതില്ല. എനിക്ക് എന്നെ കൊണ്ട് പറ്റും. പിന്നെ ഈ കുടുംബ ജീവിതത്തിനകത്ത് ഒതുങ്ങി കൂടുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞ് കുട്ടികൾ, പ്രാരാബ്ദം, അച്ഛൻ അമ്മ, വീട് നോക്കുക, ആ ബാധ്യതകൾ. അപ്പൊ ഈ പറയുന്ന സ്ത്രീകളുടെ പ്രശ്നമാണ്. അല്ല, സ്ത്രീകൾ ശരിക്കും പെട്ടുപോകുന്ന, ട്രാപ്പിലായി പോകുന്ന ഒരു സാമൂഹിക സംവിധാനമാണ്. അതിൽ തന്നെ പറഞ്ഞതിൽ 1ഓളം പോയിന്റുകളുണ്ട്. കാരണം ഇന്ത്യയിലെ കല്യാണത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട ഇര എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണല്ലോ. അവർ കല്യാണം കഴിച്ചാൽ അവരുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, അപ്പുറത്തെ വീട്ടിൽ പോകണം, അവിടെ പോയി അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ജോലിയുടെ കാര്യം ആലോചിച്ച് നോക്കുക. ഒരു സ്ഥലത്ത് ട്രാൻസ്ഫർ ആയി പോകാൻ ബുദ്ധിമുട്ട്, പിള്ളേരുള്ളവരാണ് ജോലിക്ക് പോകാൻ സമ്മതിക്കത്തില്ല, പഠിക്കാൻ സമ്മതിക്കത്തില്ല. നടിയും ഗായികയുമായിട്ടുള്ള ചെയർ എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. ചെയർ പുള്ളിക്കാരുടെ ഒരു റീല് കണ്ടു. പുള്ളിക്കാരി ഒരുപാട് സംസാരിക്കുകയാണ്. മാൻ ഈസ് നോട്ട് എ നെസസിറ്റി എന്നാണ് പറഞ്ഞത്. എനിക്ക് ആണുങ്ങളോട് വിരോധമൊന്നുമില്ല, ആണുങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷെ അവർ ലക്ഷറിയാണ്, നെസസിറ്റി അല്ല എന്നാണ് പറഞ്ഞത്. അവർ പറയുന്ന ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആണിനെ കൊണ്ട് നടക്കുന്നത് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ആണുങ്ങൾക്ക് വേണ്ടെന്നുള്ളതല്ല, ആൺ വിരോധമല്ല, അതൊന്നുമല്ല പ്രശ്നം. ഒരു കോൺട്രാക്ട് ആണുമായിട്ട് ഉണ്ടാക്കിയിട്ട് ലൈഫ് ലോങ് ആയിട്ടുള്ള ടീം ഏതാണെന്നറിയോ? നേരത്തെ പറഞ്ഞില്ലേ, അതായത് മറ്റേ അമ്പലത്തിലൊക്കെ പൂമാലയൊക്കെ ഇട്ടിട്ട് കല്യാണം കഴിക്കുന്ന ചെറിയ പിള്ളേരെ കണ്ടിട്ടുണ്ടോ? എന്നുവെച്ചാൽ ആദ്യമൊക്കെ ഞാൻ മറന്നുപോയി. തഞ്ചാവൂര് പട്ടം പൊന്നുമാളെ പൊന്നൊന്നും വേണ്ട, നീ മതി എന്നുള്ള എന്തോ അർത്ഥം വരുന്നത്. ഇത് റീലിന് വേണ്ടി ചെയ്യുന്നതാണ്, ടിക്ടോക്കിനൊക്കെ വേണ്ടി. പക്ഷെ അത് ഒറിജിനലാണ്. അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നറിയില്ല. പെൺ വിരോധം കൊണ്ടാണോ ജെൻസിക്കാർ ഇപ്പോൾ വിവാഹം വേണ്ട? അല്ലല്ല, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക, സമാധാനമാണെന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ടതാണ്. ഇല്ലേ, ഉണ്ടോ? ഇല്ലേ? കുടുംബജീവിതം എന്ന് വെച്ചാൽ അത് ഡിപ്പെൻസ് ആണെന്ന് ഞാൻ പറയാം. കുടുംബജീവിതം സത്യത്തിൽ നിങ്ങളൊരു
നിങ്ങൾ ഒരു 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 ഇൻഡിപെൻഡൻ്റ് ആയ ആൾ നടക്കുന്ന പോലെ നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ നടക്കാൻ പറ്റില്ല. ചിലവത് ശരിയാവും, ചിലവത് ശരിയാവില്ല. അല്ലല്ല, കുടുംബജീവിതത്തിന് എല്ലാവരുടെയും കാര്യത്തിൽ കുടുംബജീവിതത്തിന് അതിൻ്റെതായ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. നിങ്ങളൊരു കോംപ്രമൈസ് എടുക്കാൻ തീരുമാനിച്ചിട്ട് കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പാടുള്ളൂ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാ കാലവും അടിച്ച് പൊളിച്ച് നടന്ന പോലെ നിങ്ങൾക്ക് തോന്നിയ പോലെ വീട്ടിൽ കയറി വരാം, തോന്നിയ പോലെ യാത്ര പോകാം, തോന്നിയ പോലെ നിങ്ങളുടെ കട്ടിലേക്ക് കിടന്ന് ഈ സൈഡ് മുതൽ അങ്ങേ സൈഡ് വരെ ഉരുളാം. ഇത് നടക്കത്തില്ല കല്യാണം കഴിഞ്ഞു. അത് നടക്കണമെന്നില്ല. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഭാര്യയെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഭർത്താവിനെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും, നിങ്ങളുടെ കുഞ്ഞിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ നിങ്ങൾക്ക് നാളെ ഊട്ടിക്ക് പോയി ചിലവാക്കാൻ പറ്റും. പക്ഷേ ഇത് പറ്റില്ല. എന്ത് പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ നിങ്ങൾ യാത്ര പോകാൻ തീരുമാനിക്കും, നാളെ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കാനുണ്ട്, വീട്ടിൽ പാല് മേടിക്കാനുണ്ട്, ഇതൊക്കെ ആലോചിക്കേണ്ടി വരും. ഈ കാര്യങ്ങളല്ല അവരെ വിവാഹം വേണ്ട എന്നുള്ളതിലേക്ക് എത്തിക്കുന്നതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. കാരണം ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഫ്രീഡമാണ്, ഈ പറഞ്ഞ ഇങ്ങനെയൊന്നും പറ്റില്ല എന്നുള്ളതിൻ്റെ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് ആര് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് മൊത്തത്തിൽ സമൂഹമാണ് ഈ സാധനം അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ പാരൻസ് കുറച്ചുകൂടെ ഇപ്പോഴത്തെ പാരൻസിൻ്റെ ഒരു ഏജ് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിലേക്ക് എത്തുന്ന ആൾക്കാരുടെ മക്കൾ ആ രീതിയിലായിരിക്കും കുറച്ചുകൂടെ ഫോർവേഡായിരിക്കും. ഇപ്പോഴത്തെ ഒരു യൂത്ത് എന്ന് പറയുന്നത് അങ്ങനെ സമൂഹം എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളെ കാണുന്നവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ബോധേഡ് അല്ലെന്ന് തോന്നുന്നു. അവർ കുറച്ചുകൂടെ അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ അതിന്റെ പുറകെയാണെന്ന് തോന്നുന്നു. പക്ഷെ അതിനൊന്നും ഒരു ലിമിറ്റ് വെക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം അവർ കുറച്ചുകൂടെ ഫ്രീ അല്ലേ. അതുമല്ല, പിന്നെ കല്യാണം കഴിക്കുന്നവര് ഞാൻ പറഞ്ഞ പോലെ ചിലത് ശരിയാവും, ചിലത് ഒരു മസ്റ്റ് തിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. മാരേജ് ഇസ് എ ചോയ്സ്. അവരെടുക്കുന്ന തീരുമാനം ആളാണോ ആ വ്യക്തി ആയിരിക്കണം. അത് പെൺകുട്ടിയാണെങ്കിൽ ചെയ്യാം. നമുക്കൊരു കമ്പാനിയൻ വേണ്ട, ഒരു പാർട്ണർ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് ജീവിക്കാം. പക്ഷെ നമുക്കൊരു പ്ലാൻ വേണം മുന്നോട്ട് ജീവിക്കാം. അപ്പൊ ഈ സമൂഹത്തിന്റെ നൈരന്തര്യത്തെ കുറിച്ച് കുട്ടിക്ക് ഒരു പ്ലാനും ഇല്ല നടത്തേ. അപ്പൊ ഒന്നും വേണ്ട, കല്യാണം വേണമെന്നൊക്കെ വിവാഹം, കുടുംബം ഇതൊക്കെ മനസ്സിൽ സ്നേഹത്തിന്റെ കിരണങ്ങൾ അത് വരട്ടത്വമാണ്. അതിന് വേറെ എന്തോ റിലേഷൻഷിപ്സ് ഉണ്ട് അല്ലെ, ലിവിങ് ടുഗദർ ആകാം. അതായത് ആളുകൾ കല്യാണത്തിന് പിന്മാറുന്നുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ആളുകൾ കല്യാണം കഴിക്കാതിരിക്കുന്നുള്ളൂ, റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയാണോ പറയുന്നത്? ഞാൻ കാണുന്ന ഒരു പ്രശ്നം, ഞാൻ കല്യാണം എന്ന് പറയുന്നത് നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്യുക. മറ്റേത് പാർട്ട്ണർഷിപ്പ് നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോഴും അതിൻ്റെതായ പെയിൻ ഉണ്ട്. ഇപ്പൊ പോട്ടെ, സ്കൂൾ ഫീസ് വിടാം, പാല് മേടിക്കാൻ പോകുന്നത് വിടാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യം വിടാം. നിങ്ങളെ ഇമോഷണലി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഈ പാല് വാങ്ങേണ്ടി വരും, പിള്ളേരെ നോക്കേണ്ടി വരും, സ്കൂളിൽ അതൊരു പ്രശ്നമാണ്. കുട്ടികളെ കൊണ്ടുണ്ടാകുന്ന ബാധ്യത അല്ലെങ്കിൽ കുട്ടികളെ നോക്കേണ്ടത് അത് ഏറ്റവും കൂടുതൽ വരുന്നത് അമ്മയ്ക്കാണല്ലോ. അപ്പോ അതൊരു വല്ലാത്തൊരു പ്രശ്നമായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. അത് നന്നായി ആലോചിക്കുന്നുണ്ട്. പുതിയ ചെറുപ്പക്കാർ എന്തുകൊണ്ട് കല്യാണം വേണ്ടാൻ തീരുമാനിക്കുന്നതിന് പിന്നിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഭാരം മാത്രമാണോ, കുഞ്ഞിനെ നോക്കേണ്ടി വരുമെന്നുള്ള ഫിസിക്കലി അത്തരം സംഗതികൾ എടുക്കേണ്ടി വരുമെന്നുകൊണ്ടാണ്? അത് മാത്രമല്ല, ഇമോഷണൽ കോംപ്രമൈസ് ഒരു സംഗതിയുണ്ട്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇപ്പോൾ എന്തായിരിക്കും? നിങ്ങൾക്ക് വെറുതെ എവിടെ ഇരിക്കാനാണ് ഇപ്പോൾ തോന്നുന്നത്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, നിങ്ങൾക്കൊരു പാട്ട് കേൾക്കാനാണ് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരെയും കേൾക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്കത് പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുമ്പോൾ, നിങ്ങൾ സിംഗിൾ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റും. കല്യാണം കഴിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് കുറച്ച് സമയം വർത്താനം പറയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ബട്ട് നിങ്ങൾക്കത് മീറ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ല. അതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ആൾക്കാർ സിംഗിൾ ആണെന്നുള്ളത് അങ്ങനെ ഒരു അർത്ഥം വരുന്നില്ലല്ലോ. ബിക്കോസ് അവർക്ക് ഫിറ്റ് ആവുന്ന ഒരു റിലേഷൻഷിപ്പിലായിരിക്കും ചിലപ്പോൾ. ഒരു റിലേഷൻഷിപ്പിൽ നമ്മുടെ നാട്ടില് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളല്ല വരുന്നത്, ഒരു ജില്ല മൊത്തം വരികയാണ്. സീരിയസ്ലി, നമ്മളൊരാൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അയാൾ മാത്രമല്ല നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്, ഒരു ജില്ലാ സമ്മേളനത്തിലുള്ള ആൾ വരികയാണ്. ഈ ഒരാൾ മാത്രം പരിഗണിച്ചാൽ പോരാ, ഈ ആളുകൾ മൊത്തം പരിഗണിക്കും. ഇത് ഒരു പ്രശ്നമുണ്ട്. പിന്നെ ബേസിക്കലായിട്ട് എനിക്ക് പ്രശ്നം, കുറച്ച് സൈദ്ധാന്തികമായി പറഞ്ഞാൽ നമ്മുടെ കുടുംബഘടന അത്ര ജനാധിപത്യപരമല്ല. അല്ല, അത് കുടുംബം എന്ന സങ്കല്പത്തിന്റെ പ്രശ്നമല്ല, നമ്മുടെ കുടുംബഘടനയുടെ പ്രശ്നമാണ്. ഒട്ടും ജനാധിപത്യപരമല്ല. അവിടെ തീരുമാനം എടുക്കുന്ന ആണുങ്ങളാണ് കൂടുതലും. പുരുഷന്മാർ തീരുമാനം എടുക്കുന്നു, സ്ത്രീകളുടെ വിഷസ്, അവരുടെ അംബിഷൻസ് എന്നൊക്കെ രണ്ടാം സ്ഥാനമേ വരുന്നുള്ളൂ. കുറച്ചൊക്കെ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു പുരോഗമന ഫാമിലിയാണെന്നൊക്കെ പറയുന്നവരെ എത്തിയിട്ടുള്ളൂ ഇപ്പോഴും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഈ ഘടനാപരമായ പ്രശ്നത്തിൽ നിന്ന് ഊരി മാറുകയാണ് പുതിയ തലമുറ എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, എനിക്ക് സോഷ്യൽ മീഡിയ, ഈ ഇന്റർനെറ്റ് കുറേയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത്രയും തന്നെ അത് ശ്രദ്ധിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ പേടിക്കേണ്ട കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കുറേ വാക്കുകളുണ്ടല്ലോ, സിറ്റുവേഷൻഷിപ്പ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ റിലേഷൻഷിപ്പിന് നമ്മൾ പ്രണയം എന്ന് പറഞ്ഞിരുന്ന ഒരു സാധനത്തിനെയാണ് ഇപ്പോൾ ഒരു 12 എണ്ണമായിട്ട് ഇങ്ങനെ വെട്ടിക്കളഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒറ്റ വാക്കിൽ അതിനെ പ്രണയം എന്ന് പറഞ്ഞിരുന്നു. ഗോസ്റ്റിംഗ്,
സോംബി എന്നൊക്കെ അതെ, പറഞ്ഞാൽ yes. അറിയോ? അപ്പൊ അറിയില്ലല്ലേ? ഇതിനെയൊക്കെ പേടിക്കണം എന്നാണ് എനിക്ക് ഈ തോന്നുന്നത്. വിഷയം ഇന്നലെ സികേഷ് പറഞ്ഞു കൊടുത്തിട്ട് ഗ്രോക്കിനോടോ ചാറ്റ് ജിപിയോട് ചോദിച്ച് Seriously. ഇത് മുഴുവൻ കണ്ടുപിടിച്ച് വന്നിട്ട് അറിയില്ല. ജെൻസി അറിയോ? ആണ് ഞാൻ ജെൻസിയാണെന്ന് ജെൻസിയാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഇതൊക്കെ കഠിന അറിയോ പരിശ്രമം. എന്നൊക്കെ. ഈ അധ്വാനത്തെ No, ഞാൻ ഈ നടുവേദനയും അധ്വാനത്തെ നമ്മൾ മുട്ടുവേദനയും value ചെയ്യണം ഞാൻ കിഡാണ്. പെയിൻ കില്ലേഴ്സ് കൊണ്ട് നടക്കുന്ന ഒരു 90s കിഡാണ്. ചോദിക്കുന്ന ഇങ്ങനെ എനിക്കറിയോ? അറിയില്ല, എനിക്കും അറിയില്ല. ഈ അധ്വാനത്തെ ഞാൻ വാല്യൂ ചെയ്തു. ഈ അധ്വാനത്തെ ഞാൻ വാല്യൂ ചെയ്തു. അത് ഓർത്ത് സംശയമില്ല. വെച്ചു എന്നുള്ളതാ. അതായത് ഇതിപ്പോ ഒരുപാടുണ്ട്. തുടങ്ങിയിട്ട് നമ്മൾ 10 മിനിറ്റ് അത് ഓർത്ത്. ഞാനതിങ്ങനെ ഓർത്തേക്ക് ഇത് ആരും ഒരു പരിപാടി എടുത്തിടണില്ല, പക്ഷെ ധന്യ അതിലേക്ക് എത്തി. അത് എനിക്ക് കുറെ words ഉണ്ട് actually dictionary യിൽ എനിക്കത് ചെറിയ പേടിയുള്ളത്. ഇപ്പൊ പിള്ളേർക്ക് എന്ത് തോന്നുന്നു എനിക്കറിയില്ല, പക്ഷെ പിള്ളേരെന്നൊക്കെ പക്ഷേ അവരെ സംബന്ധിച്ച് ആ ഏജിനെ സംബന്ധിച്ച് അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ചില സാധനങ്ങൾ എനിക്ക് തോന്നും. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് പരിചയത്തിലുള്ളൊരു പെൺകുട്ടി ഒരു റിലേഷൻഷിപ്പിലാണ്. റിലേഷൻഷിപ്പിൽ ഫാമിലിയൊക്കെ അറിയുന്നു, ആകെ പ്രശ്നമാവുന്നു. ഇവർ പെട്ടെന്ന് അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ അടുത്ത തവണ കാണുമ്പോൾ ഇത് 2 ആഴ്ച കഴിഞ്ഞ് കാണുമ്പോൾ ആ സാധനം ഇല്ല, അടുത്ത ആളാ. അപ്പോൾ ഇത് അവനെ പോലെയല്ല, ഇത് വേറൊരു ടൈപ്പാണ്. ഇപ്പം പേഴ്സണൽ കാര്യത്തിലൊന്നും ഇടപെടില്ല. പക്ഷേ അല്ല, അതിൽ അപകടം മനസ്സിലായി. അപകടം വിശദീകരിക്കും. സ്നേഹം കൊടുക്കുന്നു, സ്നേഹം. അത് കഴിഞ്ഞിട്ട് ഒരു മാസം 1.5 മാസം കഴിയുമ്പോൾ വീണ്ടും കാണുമ്പോൾ വേറെ ആളാണ്. അതിന്റെ അപകടം എന്താണ്? അതിലുള്ള അല്ല, ഇത് അപകടം അപകടം നമ്മളെ അത് നല്ലതല്ലേ? ഒരാൾ ഒരു ഇമോഷണലി ഒരു കാര്യത്തിൽ ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ആലോചിച്ച് മുടിയും താടിയൊക്കെ നീട്ടി വളർത്തി പണ്ടത്തെ കൺസെപ്റ്റ് അങ്ങനെ ചെയ്യണമെന്നല്ല. ഇപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്. 6 മാസത്തോളം 1 വർഷത്തോളം സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഗേൾസ് ഓർ ബോയ്സ് അവരങ്ങനെ വിഷമിച്ചിരിക്കും. ഇപ്പൊ ആ വിഷമില്ല അവർക്ക്. ഇന്ന് ഇതല്ലെങ്കിൽ വേറെ നാളെ അതല്ല, റിലേഷൻഷിപ്സ് വിൽ ചേഞ്ച്. അതുപോലെ തന്നെ അല്ല, സംഭവിക്കുന്ന emotions കാര്യമാണ് എങ്ങനെയാണ് control ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു ഫോളിംഗ് ഇൻ ലവ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഫോളിംഗ് ഇൻ ആത്മാർത്ഥ പ്രണയം ഇല്ലെന്നാ. അങ്ങനെയല്ല, ഫോളിംഗ് ഇൻ ലവ് എന്നൊരു പൂർണ്ണമായി അതിനകത്ത് പ്രോസസ് പൂർണ്ണമായിട്ട് അതിലേക്ക് ഇൻവോൾവ് ആവുന്നു. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യം സംഭവിക്കുകയാണ്. ഇന്നങ്ങനെയല്ല, നമ്മൾ നിയന്ത്രിച്ചില്ല. control-ലാണ്. ഒരു കൺട്രോൾഡ് ഡെമോളിഷൻ എന്നൊക്കെ പറയുന്ന പോലെയാണ്. കൺട്രോൾ ചെയ്താണ് ഇതെല്ലാം ചെയ്യുന്നത്. അതായത് അത് നല്ലതാണ്. നമ്മളെ കയ്യിലുണ്ട്, കുട്ടികളുടെ കയ്യിലുണ്ട്. ബെസ്റ്റി എന്താണ് നമുക്ക് തരുന്നത്? ബെസ്റ്റി ആരായിരിക്കും? നമ്മുടെ ബെസ്റ്റി നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, ബോയ് ഫ്രണ്ട്സ് ഉണ്ടാവും, വേറൊരു ആളുണ്ടാവും നമ്മളെ കെയർ ചെയ്യുന്ന ടൈപ്പ്, നമുക്ക് ഹസ്ബൻഡ് ഉണ്ടാവും. അതായത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ബെസ്റ്റിയുടെ അർത്ഥം അറിയോ? എന്താ ഫ്രണ്ടിന് മുകളിൽ താഴെ. അപ്പം അങ്ങനെ ഓരോ ഇങ്ങനെ കിടക്കുക ആൾക്കാർക്ക്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഏതിലേക്കാണ് നമ്മൾ കൂടുതൽ സാധനം കൊടുക്കുന്നത്? നമ്മുടെ ഇമോഷൻസ് കൂടുതൽ വർക്കാവുന്നത്. നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്നിലൊരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെ, ആ ബ്രേക്കപ്പ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പോൾ എനിക്ക് ഇപ്പം നമുക്ക് ഇത്രയും പ്രായമായിട്ട് ഇത്രയും ആൾക്കാരെ കണ്ടിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും നമുക്ക് അല്ല, അതിന് സൈക്കോളജിക്കൽ പ്രശ്നമുണ്ടോ? ഇപ്പൊ സൈക്കോളജിക്കൽ പ്രശ്നം ആവുമെന്നുള്ള പേടിയാണ് ഞാൻ പറയുന്നത്. അല്ല, എവിടെയെങ്കിലും ഒരു ലോസ് വന്നാൽ മാനേജ് ചെയ്യാൻ ഒരുപാട് തരത്തിലുള്ള സംഗതികൾ കീപ്പ് ചെയ്യുന്നില്ലേ? അങ്ങനെയല്ല, ഇത് നമുക്ക് അടുത്ത ലെവലിലേക്ക്, നമ്മൾ അടുത്ത ഏജിലേക്ക് കിടക്കുമ്പോൾ നമുക്കതൊരു ട്രോമയായിട്ട്, അന്ന് ഞാൻ കുറേ അവിടെ ചിലവഴിച്ചില്ലേ, ഞാൻ കുറേ എൻ്റെ കുറച്ചുകൂടെ സ്നേഹം ഞാൻ കൊടുത്തിട്ട് ഇങ്ങനെയായി പോയില്ല, അങ്ങനെ ഒരു റിഗ്രറ്റ് വരാൻ ഇതൊക്കെ റീസൺ ആവോ എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് ഈ ഷിപ്പുകൾ, റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുന്ന ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ, അത് ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇവർക്ക് പുറത്തുനിന്ന് ഒരു സപ്പോർട്ടോ സാധനങ്ങളോ ഇല്ലാതെ ഇവരെങ്ങനെ ഇത് മറികടക്കുന്നത്? വേണമെങ്കിൽ സംഭവിച്ചേക്കാം. ചില ആൾക്ക് അത്തരം നമ്മൾ ഈ 90s മൂല്യബോധം കൊണ്ട് തോന്നുകയാണെങ്കിലോ റിഗ്രറ്റ് വരിക എന്നുള്ളത് റിഗ്രറ്റ് വരാതെ ഇരിക്കാമല്ലോ. ഇപ്പൊ അവരവരുടെ ലൈഫിനെ എൻജോയ് ചെയ്ത് ഓരോ ദിവസത്തെയും അവർ എൻജോയ് ചെയ്ത് കടന്നു പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഞാൻ മറക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ +2 ഉണ്ടായിരുന്ന പ്രേമം ആലോചിക്കുന്ന സാധനം അവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ലായിരിക്കും. അത് നല്ലതല്ലേ ഒരു കണക്കിന്? ഒന്നിനെക്കുറിച്ചും അങ്ങനെ ഒരുപാട് ബോധേഡാകാതെ നമ്മൾ സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു, അവിടെ ഒരു റെസ്പെക്ട് പ്രശ്നം വരും. നമ്മൾ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഇമോഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും അതേ വേവ് ലെങ്തിലാണെങ്കിലോ അപ്പൊ പ്രശ്നമില്ലല്ലോ. ജെൻസി എന്ന് പറയുന്ന തലമുറയെ കുറച്ചുകൂടെ അങ്ങനെയാണെന്നാണല്ലോ നമ്മൾ വരുത്തി തീർക്കുന്നത്. അല്ലാത്തവരും ഉണ്ടാകാം. ഒരു റിലേഷൻഷിപ്പിലെ ബോത്ത് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരും ആ ഒരു ഇതിലാണ്, മൈൻഡ് സെറ്റിലാണ് പോകുന്നെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഈ പറയുന്ന ട്രോമ വരാൻ ഒരു സാധ്യതയില്ലല്ലോ ബോത്ത് സൈഡിൽ. കഴിഞ്ഞ ദിവസം ഞാൻ റീൽ കണ്ടു, ഒരു നോർത്ത് ഇന്ത്യയിലോ മറ്റുമാണ്. അപ്പോൾ അവിടെ ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ട് ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ്? അപ്പോൾ പെൺകുട്ടി പറയുന്നു, ഞാൻ കേരളത്തിലാണ്. കേരളത്തിൽ നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അയാളെ വിളിച്ചൊന്ന് പ്രാങ്ക് ചെയ്യാമോ? എനിക്കിത് പറ്റുന്നില്ല, ഞാൻ ബ്രേക്കപ്പ് എടുക്കുകയാണ് എന്ന് പറയാമോ എന്ന് ചോദിക്കും സ്പീക്കറിൽ. ഇവർ ഫോണിൽ വിളിച്ചിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, അത് നിർത്തുകയാണെന്ന്. യുവാവ് അപ്പുറത്ത് പൊട്ടിക്കറിയാൻ തുടങ്ങും. എൻ്റെ കയ്യും കാലും തളരുന്നു, ഞാനിപ്പോൾ ഏതോ ഒരു ഹോസ്പിറ്റലിൽ എവിടെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം, എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഞാൻ പാലാരിവട്ടം സിഗ്നലിൽ നിൽക്കുകയാണ്. അതുകൊണ്ടേ ഞാൻ അസിംസ് അയച്ചു അത്. യെസ്. അപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കരമായി തകർന്നു പോയി ചെറുപ്പക്കാരൻ. ഈ പെൺകുട്ടി പെട്ടെന്ന് അതിൽ നിന്ന് പിൻവാങ്ങി. ഞാൻ വെറുതെ പറഞ്ഞാണ്, നിങ്ങൾക്ക് തോന്നല്ലെന്ന്. അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മനുഷ്യന്മാരും ഉണ്ട്. ഞാനിത് പറയുന്നത് ഇപ്പം നമ്മൾ ഡെയിലി ഓരോ വാർത്തകൾ കാണുന്നില്ലേ, പക സാധനം വരും ചില ആളുകൾക്ക്. പിന്നെ ഈ ജെൻസി ആൾക്കാർ പ്രേമിക്കുന്ന ആൾക്കാർ അവരുടെ തന്നെ
ജനലുള്ള ആൾക്കാരാണോ നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഇവർ എന്താ ചെയ്യുക? ഇവരുടെ ഞങ്ങളുടെ തലമുറ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജീവൻ പോയിട്ടോ ഇല്ലേ അയാൾ ഒരു ക്രൈം ചെയ്തതോ അതിന് പകരാവില്ലല്ലോ. അല്ലെ, തലമുറ നല്ലതെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെ ജെൻസികൾ കിടുവാണെന്നുള്ള അങ്ങനൊന്നുമില്ല. ഗംഭീര മനുഷ്യന്മാർ എല്ലാ തലമുറയിലും ഉണ്ട്. ജെൻസികൾ ഇപ്പോൾ ചെയ്യുന്നതാണ് സ്റ്റൈൽ ആൻഡ് സംഗതി, അവരാണ് ഇപ്പോൾ ചെയ്യുന്നതാണ് സൂപ്പർ. ബാക്കിയെല്ലാം തന്തവേ. എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല. ജെൻസിയുടെ കൂട്ടത്തിലും കുഴപ്പമുള്ള ആശയങ്ങളുണ്ട്, കുഴപ്പമുള്ള സംസ്കാരമുണ്ട്, കുഴപ്പമുള്ള മനുഷ്യന്മാരുണ്ട്. തിരിച്ച് 90s ഉണ്ട്. മാറ്റം മുഴുവൻ കുഴപ്പമുള്ളതാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് സൂപ്പറാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ പല സ്പെക്ട്രത്തിലാണ് മാറ്റം നടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് അതിഭീകരമായ സ്ത്രീ വിരുദ്ധത ജെൻസി കിഡ്സിനിടയ്ക്ക് വളർന്നു വരുന്നുണ്ട്. അത് പഴയതുപോലെയൊന്നും അല്ല. പഴയതെന്ന് വെച്ചാൽ ഒരു ഫ്യൂഡൽ വാല്യൂ വെച്ചിട്ടാണ്. ഇത് അങ്ങനെയല്ല. വളരെ തിയററ്റിക്കലായിട്ട് അവരത് ഡിഫെൻഡ് ചെയ്യും. അങ്ങനെ പറയുന്ന ആളുണ്ട്, അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കി, ഇൻസ്റ്റാഗ്രാമിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിന് താഴെ വന്ന് കംപ്ലീറ്റ് ആളുകൾ അതിനെ വൻതോതിൽ പിന്തുണയ്ക്കുന്നത് കാണാം. ഭയങ്കരമായി പിന്തുണയ്ക്കുന്നത് കാണാം. ജെൻസിയുടെ സ്പേസ് നമ്മൾ പറയപ്പെടുന്ന ഒരു പ്രധാന സ്ഥലമാണല്ലോ ഇപ്പോൾ. എന്ന് പറയാൻ പറ്റില്ല. എന്നാലും റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് സാധനമൊക്കെ അതുകൂടെ പറയാൻ ഞാൻ കൺഫ്യൂഷൻ. റെഡ് ഫ്ലാഗ് ആണോ ഗ്രീൻ ഫ്ലാഗ് ആണോ എന്നൊക്കെ പറയില്ലേ ആളുകളെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. നേരത്തെ മറ്റേ ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ട് കാന്താരി എന്നൊക്കെ ഉള്ള ആളുകളെ അവരുടെ ക്യാരക്ടറിന്റെ അടിസ്ഥാനത്തിലേ കാറ്റഗറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. നന്മമരം എന്ന് പറയില്ലേ നമ്മൾ, അതാണ് ഗ്രീൻ. അതാണ് ഗ്രീൻ. റെഡ് എന്താ? അപകടകാരി. അപകടകാരിയല്ല, കലിപ്പൻ. അതാണ്. അടുപ്പിക്കാൻ കൊള്ളാത്ത ആള്. വേറെ വല്ല ഫ്ലാഗ് ഉണ്ടോ? ഗ്രീൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ അയാള് നന്മ ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കും എല്ലാത്തിലും. എന്നാണ് പുള്ളിയുടെ ഒരു പരസ്യവാചകം. അതിലാണ് പുള്ളി എപ്പോഴും നിൽക്കുക. പിന്നെ കെയറിംഗ് തന്നു കൊല്ലും, അതാണ് നന്മമരം. അങ്ങനെ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ കുറെ പഠിക്കേണ്ടത്. നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ അങ്ങനെ ഗ്രീൻ ഫ്ലാഗ്സ് ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ല. ഏയ് അത് കള്ളം. ഇല്ല, റാവു അല്ല എന്തായാലും പറയില്ല. നന്മപരമായി ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഈ കല്യാണം കഴിക്കേണ്ട, റിലേഷൻഷിപ്പ് വേണ്ട, ഇത് രണ്ടും ഉള്ള സാധനമുണ്ട്. റിലേഷൻഷിപ്പേ വേണ്ട എന്നുള്ള ആൾക്കാരുണ്ട്. വളരെ ഒറ്റയ്ക്കാവണമെന്നുണ്ട്. അതിന് എനിക്ക് തോന്നുന്നുള്ള കാര്യം വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അവർക്ക് ലോകം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ്. ലോകം എക്സ്പ്ലോർ ചെയ്യണം, അതോടൊപ്പം ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം. യാത്ര. അപ്പോൾ ഈ എക്സ്പ്ലോറേഷനിൽ ബാഗേജ് പ്രശ്നമാണ് അവർക്ക്. അതുകൊണ്ടാണ് അതിൻ്റെ കുഴപ്പം. ലെസ് ബാഗേജ് മോർ കംഫർട്ട് എന്ന് പറയുന്ന പോലെ ബാഗേജുകൾ ഒഴിവാക്കണം എന്ന് അവർ ചെയ്യുന്നത്. പിന്നെ അവർ പ്ലാൻ ചെയ്യും, അവരുടെ ലൈഫ് ചെറുപ്പത്തിലേ പ്ലാൻ ചെയ്യുകയാണ്. എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ തന്നെ 30 വയസ്സ് വരെയുള്ള എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങി. ഞാൻ ഇവിടെ നാളത്തെ ഇതുവരെ എന്താ ആലോചിച്ചിട്ടില്ല. എനിക്ക് തോന്നി പറയുന്ന പോലെയുള്ള ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയണോ അതിനെ, അതോ ഒന്നിലധികം പ്രേമം ഉണ്ടാവുക. അതെ, നമുക്കത് ചിന്തിക്കാൻ, നമുക്കത് ആസ്പെക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഒന്നിലധികം പ്രേമം എന്നുള്ളത് ഒന്നുണ്ട്. മുമ്പ് അത് ആൺകുട്ടികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരെന്താണ്, അവരെ നമ്മൾ മുകേഷിനെ പോലെ ഒരു ക്യാരക്ടറായിട്ട് അവതരിപ്പിക്കും, കോഴി. ഇത് പെൺകുട്ടികൾ ചെയ്യുമ്പോഴാണ് അത് വലിയ പ്രശ്നമായിട്ട് അത് ചർച്ചയാവുന്നപ്പോഴാണ്. മുമ്പ് അത് ഒരു ഹ്യൂമറാണ്. ഏത് തേച്ചു എന്ന വാക്ക് പോലും. അതായത് അവൻ സ്റ്റാറാണ്, അവൻ എവിടെ നിൽക്കുന്ന അവൻ സ്റ്റാറാണ്. അവൻ 1-2 പെൺപിള്ളേരുണ്ടെങ്കിൽ ചെയ്യുമ്പോ പ്രശ്നം അവനൊരു കൃഷ്ണൻ തന്നെ എന്നൊക്കെ പറഞ്ഞ പോയത്. മറ്റേതാണ് തേപ്പുകാരിയാവും. ഓക്കെ, ഇതേ സമയം അവർക്ക് വേറൊരാള് എന്നുള്ള സാധനം വരും. അതെങ്ങനെയാ ശരിയാവുക? അല്ല പറ. സമൂഹം കുഴപ്പം തന്നെ. കല്യാണത്തെ കുറിച്ച്, കല്യാണം നമ്മൾ പറഞ്ഞു വന്നിട്ട് കുടുംബം എന്ന് പറഞ്ഞാൽ ആകപ്പാടെ കുഴപ്പമാണ്. കല്യാണം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. കല്യാണം നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫാമിലി മാനാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ അഭയ കേന്ദ്രം എന്ന് പറയുന്നത് കുടുംബമാണ്. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും എൻ്റെ ജീവിതത്തിലെയും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ വൈകാരികമായ എൻ്റെ എല്ലാ തരത്തിലുള്ള നീഡ്സിൻ്റെയും അഭയകേന്ദ്രം എൻ്റെ കുടുംബമാണ്. എല്ലാ കാര്യത്തിനും ഞാൻ കൺസൾട്ട് ചെയ്യുകയും എപ്പോഴും ചെന്ന് ചേരുകയും സമാധാനത്തിനും ആശ്വാസത്തിനും ഇരിക്കുകയും, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഫാമിലിയുടെ കൂടെ. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവർ, അവരുടെ തിരിച്ചുള്ള ചിരിയിൽ സന്തോഷിക്കുന്നവർ, അവരെ നമ്മൾ വാല്യൂ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ മനുഷ്യന്മാരുടെയാണല്ലോ ഈ ലോകം റൺ ചെയ്യുന്നത്. അതല്ല, ഈ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു പരിപാടി കുടുംബമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കാര്യം ഇപ്പം ഞാൻ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞല്ലോ, അതെ, കുടുംബത്തിൻ്റെ സാധ്യത നോക്കി കുടുംബം എന്ന് പറഞ്ഞ സിസ്റ്റം ഒരിക്കലും ഇല്ലാണ്ടാവാൻ പോകുന്നില്ല. ഇതിപ്പോൾ താൽക്കാലികം ഒരു ട്രെൻഡായിട്ടാണ് എനിക്ക്. ഈ ട്രെൻഡ് യൂറോപ്പിലൊരു 50-60 വർഷം മുമ്പ് കഴിഞ്ഞു പോയതാണ്. അവർ തിരിച്ച് ഫാമിലി ലൈഫിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഈ യൂറോപ്പ്. അത് ചില എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് ഉണ്ടാവുന്നത്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ 60 വർഷം മുമ്പ് ഫെമിനിസം വന്നു, 60-70 വർഷം മുമ്പ് ഫെമിനിസം വന്നു, ക്യാപിറ്റലിസം വല്ലാണ്ട് വളർന്നു, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടായി, സ്ത്രീകൾ ജോലി കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി 100 കൊല്ലം മുമ്പ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുക. കേരളത്തിൽ അതിപ്പോൾ വരുന്നേ ഉള്ളൂ.
അപ്പൊ ഒരു 10-20 വർഷം കഴിയുമ്പോ അല്ല, ഫാമിലി എന്നാണോ? അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ പറയാം, ഈ ഒരു മാറ്റം ഉണ്ടാകുന്ന എല്ലാ കൺട്രികളും നമ്മുടെ അടുത്ത് പരിശോധിക്കും. യൂറോപ്പിൽ ഫാമിലിയെ വേണ്ടാത്ത ഒരു ലൈഫ് അത് കടന്നു പോയിട്ട് അവർ തിരിച്ച് ഫാമിലിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഫാമിലി ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ജപ്പാൻ നോക്കുക, ജപ്പാനാണ് ഏറ്റവും നമ്മൾ ഒരു പഠിക്കേണ്ട ഒരു രാജ്യം. ജപ്പാനിൽ എന്താണ്, ജപ്പാനിൽ ആരും കല്യാണം കഴിക്കുന്നേ ഇല്ല. അവിടെ ജനറേഷൻ ഗ്രോത്ത് താഴേക്ക് പോവാണ്. ആ രാജ്യം ഭയങ്കര ഒരു ക്രൈസിസിലാണ്. ഇപ്പോൾ ആള് ഏറ്റവും കൂടുതൽ വൃദ്ധന്മാരുള്ള രാജ്യമാണിത്. കുട്ടികളുണ്ടാവില്ല. അത് അവരുടെ എക്കണോമിയെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് നമ്മൾ മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന് എന്ത് വാല്യൂ ഉണ്ടായിരുന്നു. ഇന്ന് എവിടെയെങ്കിലും നിങ്ങളൊരു മെയ്ഡ് ഇൻ ജപ്പാൻ സാധനം കാണാൻ കിട്ടുമോ? ഇല്ല. ജപ്പാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, കുട്ടികളെ പോലും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഫാമിലി എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് എന്തുകൊണ്ട് നല്ലതെന്നാണ് പറയുന്നത്? എന്തുകൊണ്ട് നല്ലതെന്ന് വെച്ചാൽ അത് യഥാർത്ഥത്തിൽ വേണമെങ്കിൽ അതിനെ ഭയങ്കര തിയററ്റിക്കലായിട്ടൊക്കെ വിശകലനം ചെയ്യാം. അതൊരു പവർ സ്ട്രക്ചർ കൂടിയാണ്. തീർച്ചയായിട്ടും ഒരു പവർ സ്ട്രക്ചറാണ്. ഒരു അധികാരഘടനയുടെ ഏറ്റവും താഴത്തെ യൂണിറ്റാണ്, ശരിയാണ്. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാനസികവും വൈകാരികവും സാമ്പത്തികവും ശാരീരികവും ആയ എല്ലാ സപ്പോർട്ട് മെക്കാനിസവും അതിനകത്തുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റയ്ക്കാവുക എന്ന് പറഞ്ഞാൽ ഫ്രീഡം തരുന്നുണ്ട്. പക്ഷേ വൾണറബിൾ ആവുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല സുഖകരമായ അവസ്ഥയല്ല. കുറഞ്ഞ പക്ഷം ഇപ്പോൾ ദിവ്യ പറഞ്ഞു നടുവേദന വരുമ്പോൾ ആ പെയിൻ ബാം എവിടെയാണെന്ന് ചോദിക്കാൻ ഒരാൾ വേണ്ടേ? ഭാര്യ വേണമെന്നില്ല, ഭാര്യ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ മാത്രമല്ല, അല്ല ഭർത്താവോ കുടുംബത്തിൽ ഒരാളോ തന്നെ പരട്ടി തരണോന്ന് എന്താ ഇത്ര? ആ പെയിൻ ബാം എവിടെയാണെന്ന് ചോദിക്കാൻ ഒരാൾ വേണ്ടേ? നമ്മൾ വെച്ച സാധനം നമുക്കറിയില്ലേ, പിന്നെ നമ്മൾ അതെങ്ങനെ ശരിയാവുക? പെയിൻ ബാം എവിടെയാന്നുള്ളത് അറിയില്ലേ? നമ്മൾ ആ വീട്ടിലുള്ള സ്നേഹിക്കപ്പെടുക എന്നുള്ളത് ഭയങ്കര സംഗതിയല്ലേ ധന്യ? ബ്യൂട്ടിഫുൾ അല്ലേ? അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളുടെ ഫാമിലിക്കകത്ത് സ്നേഹിക്കപ്പെടുക, സ്നേഹം നമുക്ക് അതുപോലെ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അത്രയും നല്ലൊരു പരിപാടി അറിയില്ല. അപ്പൊ നിങ്ങൾ ആ സ്നേഹത്താൽ ഒരു ബോണ്ട് ഉണ്ടാക്കി ആ ബോണ്ട് നിന്നാൽ കിട്ടുന്ന ഒരു സന്തോഷം എന്തായിരിക്കും? സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും? ബോണ്ട് എന്നല്ല, അതായത് ആ ഒരു ഇപ്പൊ പറഞ്ഞില്ലേ, അത് അതിനൊരു വാക്ക് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അതിന് കുടുംബം എന്നല്ല പറയുന്നത്. ആ ബോണ്ടുള്ള ഒരു സാധനം അത് ഈസ് ബ്യൂട്ടിഫുൾ. അതിന്റെ ഇമോഷണൽ സംഗതികൾ മാത്രമല്ല, ഭൗതികമായ സംഗതികളെ കുറിച്ച് അജിംസ് പറഞ്ഞു. അല്ല, ഞാൻ കുടുംബം എന്ന് പറയുന്നത് വേണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് റീലുകൾ കാണാറുണ്ട്. ഈ ഭാര്യയും ഭർത്താവും കൂടി ചെയ്യുന്ന ഭയങ്കര രസമുള്ള സാധനമുണ്ട്. ഞാനപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ആളുകൾ എന്തുകൊണ്ട് കുടുംബ വ്യവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കുടുംബ വ്യവസ്ഥ ഡെമോക്രാറ്റൈസ് ചെയ്യുന്നുള്ളതാണ്. അവിടെ മുമ്പ് ആണുങ്ങൾക്ക് മാത്രമായിരുന്നു വോയിസ് ഉണ്ടായിരുന്നു. അവിടെ രണ്ടുപേർക്കും തുല്യ വോയിസ് ആവുന്നു, രണ്ടുപേരും പരസ്പരം ആശ്രയിക്കുന്നു. അതൊരു ഭയങ്കര മനോഹരമായ റീലുകൾക്കകത്തെല്ലാം മിക്കപ്പോഴും ഡോമിനേറ്റിംഗ് ഭാര്യമാരെയാണ് കാണുന്നത്. എന്തിനാ ആർജെ മിഥുന്റെ റീലിൽ ബഹുഭൂരിപക്ഷം റീലുകൾ എടുത്ത് നോക്കുക. അതിപ്പോൾ നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളതായാലും ഇവിടെ കേരളത്തിലുള്ള എല്ലാത്തിനകത്തെയും പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്താ പറയുന്നത്, പല ഘട്ടങ്ങളിലും കീഴടങ്ങി നിൽക്കുന്ന സ്വഭാവത്തിലുള്ളതോ കോംപ്രമൈസ് ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവത്തിലുള്ള സംഗതിയാണത്. ഒരു കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ത്രീകൾ കൂടുതൽ ഡോമിനേറ്റിംഗ് ആവുന്നു. അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. സ്മാർട്ടാണ്, അവരായിരിക്കും ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, അവരായിരിക്കും ഈ സംഭവം പരിപാടി ഉണ്ടാക്കുന്നത്, അവരുടെ ഐഡിയ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഈസിയും ഭർത്താവിന് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും. പ്രത്യേകിച്ച് ആരും ഡോമിനേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് എന്റെ വൈഫിനെ സംബന്ധിച്ച് അവളുടെ ഡോമിനേഷൻ എടുക്കേണ്ട ഘട്ടത്തിലെല്ലാം എടുക്കുന്നു. നല്ലതല്ലേ? നമ്മളൊരു രണ്ടുപേര് പല സമയം വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നു, എല്ലാം ഷെയർ ചെയ്യുന്നു, ഒരു നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നു. അവിടെ ഒരുമിച്ച് വളരെയല്ലേ ചെയ്യുന്നത് രണ്ടുപേരും. വിവാഹത്തിലേക്ക് വരുമ്പോൾ പ്രശ്നം, ഇപ്പൊ മുമ്പ് റിലേഷൻഷിപ്പിലായിരുന്ന ആൾക്കാർ, ദീർഘകാലം റിലേഷൻഷിപ്പിലായിരുന്ന ആൾക്കാർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രണയം എന്ന് പറയുന്ന സാധനം അതിതീവ്രമായൊരു വികാരമാണ്. രണ്ടുപേർക്കും ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. ഈ കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്ക് ഒരിക്കലും ഇത്രയും ഇൻറ്റൻസ് ഇമോഷൻ താങ്ങാൻ കഴിയില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ പലരും പറയും കല്യാണം കഴിഞ്ഞപ്പോൾ പ്രേമമൊക്കെ പോയി എന്ന് പറയും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കുടുംബം എന്ന് പറയുന്ന ഒരു ലോങ് ലാസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന് ഡ്യൂറബിലിറ്റി കൂടുതലാണ്. ഇത്രയും ഇൻറ്റൻസ് ഈ വികാരം ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ കുടുംബം തകർന്നു പോകും, അല്ലെങ്കിൽ പ്രേമമില്ലാതാവും. ഇതേതെങ്കിലും ഒന്നും സംഭവിക്കും. അപ്പോൾ എന്താ സംബന്ധിച്ച കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഇൻറ്റൻസിറ്റി കുറച്ചാൽ മതി. അത് കളയണമെന്നല്ല, അത് കുറച്ച് കഴിഞ്ഞാൽ കുടുംബം നിലനിൽക്കും. അതേ ഇന്റൻസിറ്റിയോടുകൂടി കുടുംബജീവിതം തുറന്നു കഴിഞ്ഞാൽ ഈ പ്രണയത്തിന്റെ ഇന്റൻസിറ്റി കുടുംബജീവിതത്തിലേക്ക് കയറുമ്പോൾ അത് അങ്ങനെ തന്നെ തുറന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ കുടുംബം പൊളിഞ്ഞു പോകും, അതല്ലെങ്കിൽ പ്രേമമില്ലാതെ. ദിവ്യ, നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോഴേ നന്നായി വേഗതയിൽ ഓടിക്കാം, പക്ഷെ ഫ്യൂവൽ വേഗം തീരും.
കുറച്ച് ഒരു എക്കണോമിക് സ്പീഡിൽ ഓടിച്ചാൽ നിങ്ങൾക്ക് ദീർഘദൂരം ഓടിക്കാൻ പറ്റും എന്ന അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാലും മതിയാവും. അതാണ് അതിന്റെ രീതി. പിന്നെ ഗിയർ മാറ്റി മാറ്റി ഓടിക്കാനും ശ്രദ്ധിക്കണം. ദിവ്യ നോട്ട് ചെയ്തു. ഇപ്പൊ ഞാൻ പറഞ്ഞ ദിവ്യ നോട്ട് ചെയ്തു. ഞാനത് എങ്ങനെ പക്ഷെ എനിക്ക് ദിവ്യ നേരത്തെ പ്രാവർത്തികമാക്കാൻ പറഞ്ഞ ആ പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുമിച്ച് വളരുക എന്നുള്ളത്, അത് ഞാൻ ഈ കുടുംബം സെറ്റപ്പിലല്ല പറയുന്നത്. ഒരുമിച്ച് വളരുക അതായത് ഇപ്പൊ ഞാൻ എൻ്റെ പാർട്ട്ണർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രോയിങ് ടുഗദർ ഈസ് ഭയങ്കര അടിപൊളി സാധനമാണ്. കാരണം നമ്മളിപ്പം എനിക്ക് എന്താണോ സാധനം മനസ്സിലാക്കുക, അത് കുടുംബം സെറ്റപ്പ് എന്നുള്ള സാധനത്തിലേക്കല്ല വരുന്നത്. അത് ഈ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറായിട്ടുള്ള ആൾക്ക് കംപ്ലീറ്റ് റെസ്പെക്റ്റ് കൊടുത്തിട്ട് അയാൾക്ക് എന്താണോ ആവശ്യം ആ സാധനത്തിൽ പോവുക. അല്ലാതെ നമുക്കിത് കുടുംബം ഉണ്ടാക്കണം, കുഞ്ഞുങ്ങളുണ്ടാവണം, ഇല്ലെങ്കിൽ ആളുകൾ അത് പറയും, ഫാമിലി ഇത് പറയും, ആ സാധനമല്ല. അതായത് നമ്മൾ ഇൻഡിവിജ്വലാണ്, നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. അപ്പം നമ്മൾ രണ്ട് ആളുകൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ആ ലവിൻ്റെ കൂടെയാണ് നമ്മൾ ഈ സ്പേസും കൂടെ കൊടുക്കുന്നത്. അപ്പോൾ എന്താ, അയാൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള സാധനം നമ്മൾ എനർജി നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ വളരട്ടെ. സെയിം സാധനം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളും വളരട്ടെ. മോണോഗാമസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മളൊരു ടോട്ടൽ പാക്കേജിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതായത് അതിനിടയിൽ ഒരു തരത്തിലുള്ള സീക്രട്സും ഉണ്ടാവാത്ത, അത്ര ട്രാൻസ്പെറൻസി ഉണ്ടാവുക. നമ്മുടെ എല്ലാ വിയേർഡ് ഫാൻറ്റസിയും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അതിലൊരു പ്രശ്നം വരില്ല. മനുഷ്യൻ പോളിഗാമസ് അല്ലേ? അല്ല, പോളിഗാമസ് ആവേണ്ടി വരില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം, നമ്മുടെ എല്ലാ വിയേർഡ് ഫാൻറ്റസിയും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ പാർട്ണറെങ്കിൽ നമുക്ക് പിന്നെ അതിൽ വേറെ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യത. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ മസ്റ്റാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നുവെച്ചാൽ വേറെ നമുക്ക് ഭയങ്കര ഭാരം വരത്തില്ല, നമ്മൾ കുറച്ചുകൂടെ സമാധാനത്തിലാവും, കാര്യങ്ങൾ കുറച്ചുകൂടെ സ്മൂത്ത് ആവും തോന്നുന്നു റിലേഷൻഷിപ്പ്. ഈ ഒളിച്ചു വെക്കുക, മറച്ചു വെക്കേണ്ടി വരും, അപ്പോഴാണ് ഈ കൂടുതൽ പ്രശ്നം വരുന്നത്. ചിലപ്പോൾ വലിയ കാര്യമൊന്നും ആയിരിക്കും, ചെറിയ നിസ്സാര കാര്യമായിരിക്കും. അതുപോലെ എത്ര സീരിയസ് പ്രശ്നമാണെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഷെയർ ചെയ്യുന്ന ആൾ അതുപോലെ അതേ കാര്യത്തിൽ എടുത്തില്ലെങ്കിൽ അവിടെ പ്രശ്നമായി. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അങ്ങനെ നോക്കി വാങ്ങാൻ പറ്റുന്നതാണോ പാർട്ണർ? അല്ല, അത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഫോണൊക്കെ വാങ്ങാൻ നോക്കും, ഫീച്ചേഴ്സ് ഒക്കെ നോക്കി വാങ്ങാം. അവിടെയാണ് ജെൻസി വളരെ സെലക്ട് ചെയ്യുന്നത്. ജെൻസി ഇങ്ങനെ ഓരോ ആളുകളെ, അതുകൊണ്ടും കൂടിയാണ് ജെൻസി അത്രയ്ക്ക് അങ്ങോട്ട് വിവാഹം എന്ന് പറയുന്നതിനോട്. അതായത് നമ്മൾ കുറച്ചുകൂടെ അടുക്കുമ്പോഴല്ലേ ആൾക്കാരെ കുറിച്ച് അറിയുള്ളൂ. അപ്പൊ പെട്ടെന്ന് പോയിട്ട് നമുക്ക് ചിലപ്പോൾ തീരുമാനം മാറ്റാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് ഇതിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലായിരിക്കും നമ്മുടെ ജനറേഷനിൽ. ജീവിതത്തിൽ നിങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ഒരാൾ, അതൊരു ഭയങ്കര രസമുള്ള കാര്യമാണ്. സ്വപ്നം ചോദിക്കാം, മനുഷ്യനെ കൊണ്ട് പറ്റുമോ? അത് ഞാൻ ചോദിക്കുകയാണത്. അസാധ്യം. ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മീൻസ് നിങ്ങളുടെ അത് അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ ചോദിക്കാൻ. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ആരോടും പറയാത്ത കാര്യങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ഇപ്പൊ പറഞ്ഞല്ലോ അജിംസേ, ഒരു പക്ഷേ ഒരു ഫ്രണ്ടിനോട് പറയാൻ പറ്റിയേക്കാം, നമ്മുടെ ലൈഫ് പാർട്ണറോട് അങ്ങനെ അങ്ങനെ ലൈഫ് പാർട്ണർ ആവുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ അത് തന്നെ പറയുന്നത്, അങ്ങനെയുള്ള ലൈഫ് പാർട്ണർ ആവുക എന്നുള്ളതാണ് പ്രധാനം. അതായത് ഭയങ്കര ഇപ്പം നമ്മുടെ 4 പേരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസും, നമ്മൾ 4 പേര് റിലേഷൻഷിപ്പിലേക്ക് വന്നതും, നമ്മൾ 4 പേര് കല്യാണം കഴിച്ചതും പല 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 സാധനങ്ങളല്ലേ. ശരിയാണ്. കല്യാണം കഴിയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരാളുടെ നെഗറ്റീവ്സ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേക്കും. നമ്മൾ ആ ഒരു പ്രണയത്തിന്റെ സമയത്താണെങ്കിൽ നമ്മൾക്ക് ഓക്കെ നെഗറ്റീവ്സ്, പക്ഷെ കല്യാണം കഴിയുമ്പോൾ നമ്മൾ പോസിറ്റീവ് മാത്രമേ കാണുള്ളൂ. പക്ഷെ കല്യാണം കഴിയുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന. ദിവ്യയുടെ ഭർത്താവ് എല്ലാം കൂടെ ഷെയർ ചെയ്യാൻ നിങ്ങൾ വൈകുന്നേരം വരുന്നു വിചാരിക്കുക, അറിയോ? ഓക്കെ, എടുക്കാൻ ഷെയർ ചെയ്തോട്ടെ. പക്ഷെ എനിക്ക് എന്റെ സങ്കല്പത്തിലുള്ള രീതിയിൽ ഷെയർ ചെയ്യണമെന്ന് ഇതെല്ലാം ഷെയർ ചെയ്ത് കംപ്ലീറ്റ് കേൾക്കുക, ഒന്നും കുഴപ്പമില്ല, അടുത്ത വർഷം പിടിക്കാം ഇവനെ. ഉറപ്പല്ലേ? അതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പറയാനൊക്കെ കൊള്ളാം, നല്ല രസമാണ്, കേൾക്കാനും നല്ല രസമാണ്. പക്ഷെ അതൊക്കെ പ്രാക്ടിക്കലി നമുക്ക് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഒക്കെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ എങ്ങനെയായിരിക്കണം വിവാഹം, എങ്ങനെയായിരിക്കണം പാർട്ട്ണർ എന്നതിനെ കുറിച്ച് നമുക്കൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു ഇമേജ് ഉണ്ടല്ലോ. അങ്ങനെയല്ല എന്ന ആള് മനസ്സിലാക്കി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോവല്ലേ, നമ്മൾ കയ്യിൽ പോവില്ലേ? അല്ലല്ലോ, ഞാനല്ല. നമ്മൾ ഇതാണ് ക്യാരക്ടർ എന്ന് ബിൽഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സാധനം മാറിക്കൊണ്ട്. നമ്മുടെ സങ്കല്പത്തിലെ പാർട്ണർ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ പോലെ അങ്ങനെയാണോ? നമ്മളെ മാത്രം സ്നേഹിക്കുന്ന, മറ്റു സ്ത്രീകൾ സംസാരിക്കാൻ വന്നാൽ മുഖം തിരിക്കുന്ന, അങ്ങനെയൊക്കെയാണോ? അങ്ങനെ ചോദിച്ചാൽ അതൊരു വലിയ വിഷയമാണ്. ചിന്തിക്കാൻ പറ്റില്ലല്ലോ. പൊസസീവ്നെസ് മറികടക്കണം കുറച്ചൊക്കെ. കുറെയൊക്കെ പൊസസീവ്നെസ് ഒരു ഭംഗിയല്ലേ, ഭംഗിയാണ്. ഞാൻ പറഞ്ഞ അത് അമിതമാവാതെ അങ്ങനെ അല്ലാത്ത തരത്തിൽ നമുക്ക് രസമാണ്. ലവിൽ കുറച്ച് പൊസസീവ്നെസ് ഉണ്ടാവും. കുറച്ച് മതി.
കുറച്ചുണ്ടാവണം. ഒരു 100 ml ഒക്കെ ആ, എനിക്ക് പക്ഷേ അതില് പാകത്തിന്. 10 ml പോലും പാകത്തിന് ഉപ്പ് പാകത്തിനെന്ന് പറഞ്ഞ പോലെ കുറച്ച് പോസിറ്റീവ്നെസ് ആകാം. കുറച്ച് പോസിറ്റീവ്നെസ് ഉണ്ടാവുന്നതാണ് എനിക്ക് അത് വേണം, അത് വേണം, അല്ലെങ്കിൽ- മസ്റ്റായിട്ട്. അത് ഞാൻ പോസിറ്റീവ്നെസ് ഉള്ള ആളാണ് കുറച്ച്. ഞാനും അതെ. എന്റെ കുറച്ചല്ല, ഞാൻ കുറെ അധികമാണെന്ന് തോന്നുന്നു. possessiveness കുറച്ചധികം. വളർന്നാൽ അത് ഇച്ചിരി കടുപ്പാണ്. അപ്പം ആ പോസിറ്റീവ്നെസ് ഇവർക്കുണ്ടോ എന്നുള്ളതാ. ജെൻസിക്ക് അങ്ങനത്തെ സാധനങ്ങൾ അവരെ സംബന്ധിച്ച് അങ്ങനത്തെ ഇമോഷൻസ് അവരങ്ങനെ എന്തെങ്കിലും നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ജെൻസി അങ്ങനെ ആത്യന്തികമായി എല്ലാവരും ദുർബലരായ മനുഷ്യരാണ് തന്നെയാ. ജെൻസിക്ക് അതില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. പോസിറ്റീവ്നെസ് ഉള്ള മനുഷ്യർ, നിരാശപ്പെടുന്നവർ, പൊട്ടിക്കരയുന്നവർ, ഹൃദയം തകരുന്നവർ എല്ലാ ജനറേഷനിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. പിന്നെ ശരിയാണ്, സംസ്കാരത്തിൽ ഒരുപാട് മാറ്റം വരുന്നു, അവരുടെ രീതികൾ മാറ്റം വരുന്നു. ഒഴിച്ചു നിർത്തിയാൽ മനുഷ്യൻ്റെ ഹൃദയവികാരത്തിന് അങ്ങനെ ഭയങ്കരമായ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം കാമുകി പറ്റിച്ചു പോയാൽ കരയാത്ത ഒരു കാമുകനുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ ആത്മാർത്ഥ പ്രണയം സിൻസിയർ ലവ് ഔട്ട് ഓഫ് ഫാഷൻ ആയോന്ന് ചോദിക്കുന്ന പോലെ. ഔട്ട് ഓഫ് ഫാഷൻ ഒന്നല്ല, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ചുമ്മാ ജെൻസിക്കുള്ളിലും ഉണ്ട്. നമ്മളിങ്ങനെ മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിട്ടില്ല ഈ ലോകം നിലനിർത്തുന്നത്. അതൊന്നും ഔട്ട് ഓഫ് ഫാഷൻ ഒന്നും ആയിട്ടില്ല. അതൊക്കെ ചുമ്മാ ഒരു സിനിമയിൽ പറയാം, അല്ലെങ്കിൽ തമാശയ്ക്ക് പറയാന്നുള്ളൂ. ആൾക്കാർ അതിന്റെ പെയിൻ എടുക്കുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിൻ വരും. ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ കുറച്ചേ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ടൈം പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചേ വേദന എടുക്കുള്ളൂ. അതേസമയം നിങ്ങൾ അതിനകത്ത് ഒരുപാട് ആത്മാർത്ഥമായി ഇടപെട്ടിട്ടുണ്ട്, നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭയങ്കരമായ വേദന എടുക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ വേദനിക്കാത്ത മനുഷ്യന്മാരൊന്നും പക്ഷേ ഈ വേദനയുള്ളപ്പം തന്നെ ഈ പുതിയ കുട്ടികൾ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുന്നു. അത് ചെറിയ കാര്യമല്ല. കാരണം അതിൽ കെട്ടി തൂങ്ങി കിടക്കുക, കള്ളു കുടിക്കുക, കഞ്ചാവ് അടിക്കുക, അതിൽ വിഷമിച്ച് അങ്ങനെ ബാക്കി കാര്യം ഡിപ്രസ്ഡ് അടിച്ചിങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കുക. UK പോയി കളയും. അതാണ് കളഞ്ഞ ഒരു നമുക്കാണ് പോവാൻ എങ്ങോട്ടും ഇല്ലാതായതല്ലേ. പിന്നെ ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ളൊരു സമൂഹം ഇവരെ എങ്ങനെയാ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ പറയുന്ന നമ്മളത് ഭയങ്കര ഓൾഡ് നമ്മൾ ടീമായതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു വർഷത്തെ വ്യത്യാസമാണ്. എന്നാ പോലും ജെൻസിയെക്കാട്ടിലും കുറച്ച് അപ്പുറത്ത് അത്രേ ഉള്ളൂ. കാരണം 80s അവരുടെ പാരന്റ്സ് ആയിരിക്കും ചിലപ്പോഴ്, അല്ലെങ്കിൽ 70 അവരെ നോക്കണ്ട. അപ്പം 85 ഇല്ലെങ്കിൽ 80+ to 90s കിഡ്സിന്റെ അടുത്ത് ഇന്ന് ഇവരെടുക്കുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അതെന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് വെച്ചാൽ ഒരു സാമ്യം തോന്നുന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ മുമ്പുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് കുറേ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കണ്ടിട്ട് ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും? നമ്മൾ നല്ല എന്തെങ്കിലും കൊടുക്കണം, എന്നാലേ കണ്ടിട്ട് ചെയ്യാൻ പറ്റും. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ നന്നായി ജീവിച്ച്, ഇപ്പം നമ്മളൊരു വീട്ടിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും നന്നായി ഹാപ്പിയായി, പ്രശ്നങ്ങളില്ലാതെ എന്നും വീട്ടിൽ കാണുമ്പോൾ ഇങ്ങനെ നീ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് തമ്മിത്തല്ലാതെ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഹാപ്പിയായി ജീവിച്ചു കഴിഞ്ഞാൽ യെസ് ഇതാണ് ലൈഫ് എന്നുള്ളൊരു അവരത് ഫോളോ ചെയ്യാൻ നോക്കുമല്ലോ. വീട്ടിലെ പ്രശ്നങ്ങളും തകർച്ചയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലും ഫാമിലിയുടെ ക്വാളിറ്റീസിനെ എന്തായാലും കുട്ടികൾ എടുക്കും. അച്ഛനും അമ്മയും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അപ്പനും അമ്മയും എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അവർ തമ്മിൽ പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ സ്ത്രീക്ക് എന്തുമാത്രം വാല്യൂ കിട്ടുന്നുണ്ട്, എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് എന്തുമാത്രം സ്പേസ് കിട്ടുന്നുണ്ട്, അമ്മയ്ക്ക് എന്തുമാത്രം. എനിക്ക് തോന്നുന്നു അത് അങ്ങനെയാണോ പാരന്റ്സ് ഇല്ലാത്ത പിള്ളേരോ? പേരൻസ് ഇല്ലാത്ത കുട്ടികളെ അതാണ്. അപ്പൊ അവര് കാണുന്നത് അത് മൊത്തത്തിലൊരു സമൂഹമാണല്ലോ നമ്മളെ കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ പാരന്റ്സ് നല്ലതായതുകൊണ്ട് നമ്മൾ നല്ലതാവണമെന്നില്ല. എത്ര നല്ല ആ കേടലോ എന്താണ് ട്രിവാൻഡ്രത്ത് 5 പേരെ കൊണ്ട പാരന്റ്സ് വലിയ പ്രശ്നം തന്നെയാണ്. വലിയ പ്രശ്നം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കുട്ടികൾക്ക് നമ്മൾ ഗൈഡ് ചെയ്യണതൊക്കെ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടാവും, ഭാര്യയും ഭർത്താവും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കാണുന്നുണ്ടാവും, അവർ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നത് കാണുന്നുണ്ടാവും. അവർ രണ്ടുപേരും കൂടി കുട്ടികളെ സ്നേഹിക്കും. ഇവർ തമ്മിലുള്ള സ്നേഹം കുട്ടികൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ പേരൻസ് തമ്മിൽ നല്ല സ്നേഹത്തിലാണ് എന്നൊരു ബോധം എപ്പോഴാണ് ഒരു കുട്ടിക്ക് ഉണ്ടാവുക? അതിന് എത്രമാത്രം നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ആ സ്നേഹപ്രകടനം കുട്ടികളുടെ മുമ്പിൽ കാണിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഏത് വീട്ടിലാണ് നമ്മൾ സിനിമകളിലൊക്കെ അല്ലെങ്കിൽ അമേരിക്കൻ വേറെ ഫോറിൻ കൺട്രീസിലൊക്കെ അവരത് പ്രകടിപ്പിക്കും. ഉമ്മ വയ്ക്കുന്നതായാലും കെട്ടിപ്പിടിക്കുന്നതായാലും നമ്മൾ ഇന്ന് പബ്ലിക്കായിട്ട് അത് ചെയ്യാൻ നമുക്ക് അതിനുള്ള കേൾപ്പുണ്ട്. വീടിനകത്ത് കുട്ടികളുടെ മുന്നിൽ നമ്മൾ ചെയ്യും. കുട്ടികൾ കാണും. കുട്ടികൾ കണ്ടാലെന്താ, അവരെ കാണട്ടെ, അവർ കണ്ടിട്ടല്ലേ വളരേണ്ടത്. ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അച്ഛനും അമ്മയില്ലാതെ പിന്നെ സ്നേഹിക്കാതെ അപ്പുറത്തെ വീട്ടിൽ അവൾ പോയി സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവരെ സ്നേഹിക്കണം. നമ്മളിപ്പോഴും അതിനൊക്കെ റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ട്. മലയാളികളുടെ വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ടച്ച് എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു പ്രശ്നമാണ്. തൊട്ട് സ്നേഹിക്കുക എന്നുള്ളത് ടച്ച് ഒരു ഭയങ്കര പ്രശ്നമാണല്ലോ. സലിംകുമാർ അതിനെ കുറിച്ച് ഒരു വാചകം പറഞ്ഞിട്ടുണ്ടല്ലോ, ദർശനേ പുണ്യം സ്പർശനേ പാപം. ഞാൻ ഈ എയർപോർട്ടിൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇപ്പോഴല്ല, മുമ്പേ മുതൽ ഒരു 10-20 വർഷമായിട്ട് ഞാൻ എയർപോർട്ടിൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഈ പ്രവാസികളൊക്കെ വരുമ്പോൾ അവരുടെ ഫാമിലി ഇങ്ങനെ നോക്കി കാണണം, കുട്ടികൾ മുതൽ ഭാര്യ. ഞാൻ അവരെ ഇങ്ങനെ വാച്ച് ചെയ്യും. അപ്പോൾ ഈ ഭാര്യയുടെ മുഖത്തൊക്കെ അതിതീവ്രമായ ഇമോഷൻസ് ഉണ്ടാവും. ഭർത്താവിനെ അവിടെ നിന്ന് കാണുമ്പോഴൊക്കെ കുട്ടികളിങ്ങനെ നോക്കി കണ്ണ് നിറയുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരൊരാളും ടച്ച് ചെയ്യില്ല. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഓടിപ്പോയി ആ സ്ത്രീ കെട്ടിപ്പിടിക്കും. ഇല്ല. അതെന്ന് വെച്ചാൽ ഇതെന്തോ
പബ്ലിക് എന്ത് തെറ്റാണെന്നുള്ളൊരു പബ്ലിക് പ്ലേസിൽ ധാരണയാണ്. തൊടുക, സ്വന്തം ഭർത്താവിനെ തൊടുക എന്നുള്ളതൊക്കെ പറഞ്ഞ എന്തോ ഒരു ടാബുവാണ് ഇപ്പോഴും ആളുകൾക്ക്. ഇതാണ് നമ്മുടെ കുട്ടികൾ കണ്ടു വളരുന്നത്. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ ജൻസി കുട്ടികളൊക്കെ വലുതാവില്ലേ, അവരൊരു 10-60 വയസ്സൊക്കെ ആകുമ്പോൾ ഇവരൊരു ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകേണ്ടി വരും ചിലപ്പോൾ. സോ അപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആവും, ഓൾഡ് ഏജ് ഹോം കോമൺ ആവും. അവർ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അവർ ഓൾഡ് ഏജ് ഹോമിൽ പോകും. അവിടെ ഇരുന്നിട്ട് അവരുടെ അവസ്ഥ അതിന് തൊട്ടടുത്ത തലമുറ കാണും. അപ്പോൾ ഇത് വീണ്ടും കുടുംബ വ്യവസ്ഥയിൽ തിരിച്ചു വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു താൽക്കാലിക ട്രെൻഡായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് എന്ന് വെച്ചാൽ എനിക്ക് പുതിയ തലമുറ ആകെ കല്യാണം കഴിക്കാത്തവരായി മാറുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അഭിപ്രായമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ അവർ ട്രെൻഡിങ് അഭിപ്രായം പറഞ്ഞെന്ന് ഒഴിച്ചു നിർത്തിയാൽ നമ്മൾ ഈ റീൽസിലൊക്കെ ഏറെക്കുറെ കാണുന്നത് പിന്നെ ആക്ച്വലി ഇത് ഓപ്ഷൻ ഉള്ളവരാണ്. അതായത് പാരന്റ്സ് എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് ഇവരുടെ തീരുമാനത്തിനോട്, ഇവരുടെ പോക്കിനോടും അതിനനുസരിച്ച് ഉണ്ടായിരുന്നു. കുറെ മുൻപ് വരെ ഇപ്പൊ പെൺകുട്ടികളുടെ നേരത്തെയൊക്കെ, അതായത് കുറെ കാലം മുമ്പൊക്കെ ഒരു 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ പെൺകുട്ടികളെ പിടിച്ച് കെട്ടിക്കുമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5-10 വർഷം മുൻപൊക്കെ കുട്ടികൾ പഠിക്കട്ടെ, അല്ലെ ജോലി ഇട്ടട്ടെ, അങ്ങനെ ഒരു ആഫ്റ്റർ ഒരു 25-30 ഇടയ്ക്ക് കല്യാണം കഴിച്ചു തുടങ്ങി. ഇപ്പോൾ വീണ്ടും അത് ബാക്കായി. ഒരു ജോലി പെട്ടെന്ന് ഇപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, പുറത്തു പോയി പഠിക്കുന്നു, സെറ്റിൽ ആവുന്നു. അപ്പോൾ വീണ്ടും വിവാഹം വേറൊന്നുമില്ല. ഇവര് കല്യാണം കഴിക്കേണ്ട പ്രായം, ഇവരാരെ കല്യാണം കഴിക്കണം, ഇവരെങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് കല്യാണം കഴിക്കണം, കല്യാണം കഴിഞ്ഞ് ഇവരെങ്ങനെ ജീവിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് അവരാവുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവർ ഇപ്പോൾ ബന്ധുക്കളാണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിലും സമൂഹത്തിന്റെ അഭിപ്രായം അത് അവിടെ എടുക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. അത് എടുത്താലാണ് പ്രശ്നം. അപ്പോഴാണ് നമ്മൾ അതിനൂടെ റെസ്പോണ്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. ഈ സമൂഹത്തിന്റെ അഭിപ്രായമൊക്കെ പരിഗണിച്ച് ആരാണോ ചെയ്യുന്നത് അവരുടെ മാത്രം. സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ. ഞാനൊരു സത്യം സാമൂഹിക യാഥാർത്ഥ്യം പറഞ്ഞല്ലേ ഉള്ളൂ. വെച്ചാൽ സമൂഹത്തിൽ നമ്മൾ അങ്ങനെ എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അറേഞ്ച് മാരേജിനെ കുറിച്ച് എപ്പോഴും അജിംസ് പറഞ്ഞ തിയറി ഉണ്ടല്ലോ, അറേഞ്ച് മാരേജ് എന്തുകൊണ്ട് ഉണ്ടായേ പറ്റുമെന്നൊരു സംഗതിയില്ല. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് വലിയ പ്രശ്നമാണെന്ന് ചിലർ പറയാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു തരത്തിലും പരിചയമില്ലാത്ത രണ്ട് വ്യക്തികൾ ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിതം ആരംഭിക്കുന്നു. അത് ഭയങ്കര അസ്വസ്ഥതയുള്ള കാര്യമാണല്ലോ. അതിന് പറ്റിയില്ല, ഇനി അയാൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സൊസൈറ്റിക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നരകമാവുന്ന ഒരുപാട് കുടുംബങ്ങൾ. അതാണ് ഡിവോഴ്സ് റേറ്റ് വർദ്ധിക്കാനുള്ള ഒരു കാരണം. പക്ഷെ അപ്പം നമ്മൾ നോക്കുമ്പോൾ ലവ് മാരേജിൽ ഈ സംഭവം ഉണ്ടാവുന്നുണ്ട്. ഈ അറേഞ്ച്ഡ് മാരേജ് വേണ്ട എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് ലവ് മാരേജ് മതി, അല്ലെങ്കിൽ മുമ്പ് പരിചയപ്പെട്ട് കല്യാണം കഴിച്ചാൽ മതി. പക്ഷേ ഈ അറേഞ്ച്ഡ് മാരേജ് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അതുണ്ടായ എന്താ സംഭവിക്കാമെന്നറിയോ? ഈ ഒരു മനുഷ്യനും ഒരു പെണ്ണും തിരിഞ്ഞു നോക്കാത്ത, ഒരു പെണ്ണും ചൂസ് ചെയ്യാത്ത ആണുങ്ങളുണ്ട്, ഒരാണും ചൂസ് ചെയ്യാത്ത പെണ്ണുങ്ങളുണ്ട്. അവരെന്ത് ചെയ്യും? ഒരു തരത്തിലും അട്രാക്ട് ചെയ്യാൻ ശേഷിയില്ലാത്ത, ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ആരും ചൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൺമുമ്പിലുണ്ട്. എത്രയോ ആളുകളുണ്ട്, കല്യാണം നടക്കാത്ത ആളുകളുണ്ട്. ഇവർക്ക് ഒരേ ഒരു വഴി അറേഞ്ച്ഡ് മാരേജ് ആണ്. അല്ലെങ്കിൽ ആരവരെ പ്രേമിക്കും, ആരവരെ കല്യാണം കഴിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു തിക്ത യാഥാർത്ഥ്യമാണത്. അത് ഈ ജെൻസി കിഡ്സിനിടയ്ക്കുണ്ട്. ഈ ജെൻസി കിഡ്സിനിടയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. എന്തുകൊണ്ടാണ് സ്ത്രീ വിരുദ്ധത കൂടുന്നതിന്റെ പ്രധാന കാരണം ഈ റിജക്ഷനാണ്. വൻ തോതിൽ ഇപ്പോൾ ഈ ഫേസ്ബുക്കിലെ ചില ഗ്രൂപ്പുകളിൽ ഈ ജെൻസി കിഡ്സ് വരുന്നുണ്ട്. അവർ വന്നിട്ട് അവരുടെ അനുഭവം പറയും. 26 വയസ്സായി ബ്രോ, ഒരു പെണ്ണിനോട് ഇതുവരെ മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിഷമം പങ്കുവയ്ക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. തന്നെ രണ്ട് കവള് സംസാരിക്കും അതിനെക്കുറിച്ച്. അതായത് രണ്ട് കവൾ അല്ല, ഇത് ശരിയാണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു തരത്തിൽ അത് പല റീസൺ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഒരാളെ പിടികിട്ടാത്തത് കൊണ്ട് നമുക്ക് പേടിയൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ എക്സ്പീരിയൻസിൽ നിന്ന് ഇല്ലെങ്കിൽ നമ്മൾ കണ്ട വേറെ ഏതെങ്കിലും ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ചില സാധനങ്ങളായിരിക്കും നമ്മളെ ഒരു റിലേഷൻഷിപ്പിലേക്ക്, ഒരു പ്രേമത്തിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിപ്പിക്കുന്നത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത പുരുഷന്മാരും തിരിച്ച് പുരുഷന്മാരോട് പ്രശ്നമുള്ള സ്ത്രീകളും ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ അതിന് നിൽക്കണ്ട എന്നുള്ളതാണ്. അറേഞ്ച്ഡ് ആയിട്ട് പോയാൽ പോലും അവർക്ക് ആ സാധനം അക്സെപ്റ്റ് അത് അത്രയും കാലം. ജിംസിന്റെ പോയിന്റ് അതല്ല, കല്യാണം കഴിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുള്ള ഒരാൾ, അയാൾക്ക് പക്ഷെ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, സ്വന്തമായി കണ്ടെത്താൻ കഴിയുന്നില്ല, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ബട്ട് അയാൾക്ക് എന്തെല്ലാം നീഡ്സ് ഉണ്ട്, അയാളുടെ വൈകാരികമായ നീഡ്സ് ഉണ്ട്, അയാളുടെ ഫിസിക്കൽ നീഡ് എല്ലാം ഉണ്ട്. അയാൾ അതിനുവേണ്ടി എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെ ഒരാൾ എൻ്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിക്കണ്ട എന്ന് തന്നെയാണ്. ബിക്കോസ് അത്രയും അല്ല, സീരിയസ്ലി അത്രയും കാലം നമുക്ക് അങ്ങനെ ഒരു സാധനം ഒരാളുടെ അടുത്ത് തോന്നുന്നില്ല. നമുക്കൊരു ലവ് അതിശക്തമായ തോന്നലുണ്ട്, ആവശ്യമുണ്ട്, കല്യാണം കഴിക്കണം. ഒരാളെയും അട്രാക്ട് ചെയ്യാനായി കഴിയുന്നില്ല. അയാൾക്ക് നല്ല ജോലിയില്ല, വലിയ പണമില്ല, ഈ അളവുകോൽ അനുസരിച്ചുള്ള സൗന്ദര്യമില്ല, സ്ത്രീകളെ വീഴ്ത്താനുള്ള വാക്ചാതുര്യം ഇല്ല. എന്ത് ചെയ്യും? നേരെ തിരിച്ച് സ്ത്രീകളുണ്ട് അങ്ങനെ. അവരെന്ത് ചെയ്യും? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഒരു 26-30 ഇയേഴ്സിലാണ് ഈ ശ്രമം നടത്തുന്നതെങ്കിൽ, ഐ മീൻ മറ്റേ മാട്രിമോണി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നതെങ്കിൽ, ആ സമയത്ത് വരുന്ന ഒരാൾ, ഒരു പെൺകുട്ടി ഇതേപോലെ അനുഭവിച്ച ഒരാളാണെങ്കിൽ ചിലപ്പം പ്രശ്നം വരത്തില്ല. അല്ല, നോർമലായിട്ടുള്ള ഒരാളെയാണ് ഈ പറഞ്ഞ മാട്രിമോണിയിലൂടെയും അല്ലാതെയും ബന്ധുക്കൾ വഴിയൊക്കെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ അട്രാക്ട് ചെയ്യാനുള്ളൊരു സാധനം ഇല്ലല്ലോ.
ഇയാൾക്ക് ഇയാളുടെ സ്വഭാവത്തിലോ ഇയാളുടെ ചിലപ്പോൾ രൂപത്തിലോ ഇയാളുടെ പെരുമാറ്റത്തിലോ ഇയാളുടെ സംസാരത്തിലോ ഒന്നും ഒരാളെ തൃപ്തിപ്പെടുത്താനുള്ള സന്തോഷിപ്പിക്കാനുള്ള സാധനം ഇല്ലെങ്കിൽ അത് ഫെയിലിയർ ആവില്ല. അതിന്റെ കൂടെയുള്ള അറേഞ്ച്ഡ് മാരേജിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതിലൊരു ഒരു രണ്ട് ഫാമിലി അതിന് സപ്പോർട്ടായിട്ട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. യോജിക്കാത്ത ആൾക്കാരെ ഞാൻ പറയട്ടെ എങ്ങനെയാണ് അറേഞ്ച്ഡ് മാരേജ് നടക്കുക എന്ന് പറയാം. ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് നടക്കുന്നത് രണ്ടുപേരും പ്രേമത്തിലായിട്ടല്ല, ഒരിക്കലും അല്ലല്ലോ, ഒരിക്കലും അല്ല. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഫാമിലി ഉണ്ട്, ഇവർ തമ്മിൽ കാണുന്നു. അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ടുണ്ടായി ഇത് മതിയാവുമോ എന്നുള്ള ചോദ്യമാണ്. എൻ്റെ എല്ലാ നീഡ്സും കവർ ചെയ്യുന്ന ഒരാളാണോ ഇത്? അവിടെ നോക്കുമ്പോൾ അത് വളരെ ഒട്ടും ഇമോഷണൽ ആയിട്ടുള്ള തീരുമാനമല്ല. അറേഞ്ച്ഡ് മാരേജ് ഒരിക്കലും ഇമോഷണൽ, ഇപ്പോൾ ഒരാളെ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ ഇമോഷണലായ തീരുമാനമാണ്. മറ്റൊട്ട് ഇമോഷണൽ അല്ല, വളരെ പ്രാക്ടിക്കലായിട്ടാണ്. എൻ്റെ ലൈഫ് ലോങ് കൂടെ നിൽക്കാൻ പറ്റിയ എനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ഫാമിലി സംവിധാനം, എൻ്റെ ഫിനാൻഷ്യൽ എബിലിറ്റി, അത് വളരെ പ്രധാനമാണ്. സ്ത്രീകൾ പ്രത്യേകിച്ചും അത് നോക്കും. ഇപ്പോൾ പുരുഷന്മാരും നോക്കി തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ജോലിയുണ്ടോ, ഇയാൾക്ക് ജോലിയുണ്ടോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? വളരെ പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. അതിൽ പ്രേമം ഉണ്ടാവുമോ? ചിലപ്പോൾ പ്രേമം ഉണ്ടായേക്കാം, കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും അതിൽ പ്രേമം ഉണ്ടാവുന്നു, ഇല്ലാന്ന് നമ്മൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു നല്ല മെക്കാനിസം ആയിട്ടാണ് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഒരുപാട് പേര് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും, മാർജിനലൈസ് ചെയ്യപ്പെടും ഈ വിവാഹ മാർക്കറ്റിൽ. ആരാലും തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ സമൂഹം കടന്നു വന്നത് ഇങ്ങനത്തെ ഏർപ്പാടുകളാണല്ലോ. ഒരു കാലത്ത് ഇങ്ങനെ ക്യാരക്ടർ വരെ മാറുന്ന മനുഷ്യരുണ്ട് കല്യാണത്തിന് ശേഷം. ഭയങ്കര മോശമായിട്ട് നടന്ന മനുഷ്യർ കല്യാണത്തിന് ശേഷം എന്നെയൊക്കെ ഭയങ്കരമായി ചേഞ്ച് ചെയ്തതിൽ എൻ്റെ കല്യാണം ഭയങ്കര പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ +2 വരെ പഠിച്ച ആമ്പിളാർ മാത്രമുള്ള ക്ലാസ്സിലാണ്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ഞാൻ BSc സുവോളജിയാണ് പഠിച്ചത്. അപ്പോൾ BSc സുവോളജി ക്ലാസ്സിൽ ഞാനും വേറെ എൻ്റെ 3 ആൺ സുഹൃത്തുക്കളും ബാക്കി മുഴുവൻ പെൺപിള്ളേരാണ്. 25 പെൺപിള്ളേർ. ഫസ്റ്റ് ഡേ ഞാനും എൻ്റെ കൂടെയുള്ള ഹരീഷ് എന്ന് പറയുന്ന സുഹൃത്തും കൂടി ക്ലാസ്സിൽ കയറാൻ വേണ്ടി ചെല്ലില്ല. മെയിൻ്റെ ക്ലാസ്സിൽ കയറാൻ ചെല്ലുമ്പോൾ കംപ്ലീറ്റ് പെൺപിള്ളേർ, ഞാനിവനും മാത്രമേ ഉള്ളൂ. കയറിയില്ല, തിരിച്ചിങ്ങി പോകുന്നു. കാരണം അതിനകത്ത് കയറിയിട്ട് എങ്ങനെയാണ് പെൺപിള്ളേരുടെ മുഖത്ത് നോക്കുക, അവരോട് സംസാരിക്കുക, എനിക്ക് അതിനെക്കുറിച്ചൊരു എക്സ്പീരിയൻസും ഇല്ല, അറിയില്ല. 3 ദിവസം ഞാൻ ലിറ്ററലി 3 ദിവസം ക്ലാസ്സിൽ കയറില്ല, ചമ്മൽ കാരണം. എന്നിട്ട് പതിയെ കയറിയിട്ട് അവസാനമാണ് 3 വർഷം അവിടെ പഠിച്ച് പുറത്തിറങ്ങി. പിന്നെ അപ്പോഴും കുറേ കാലം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെയും കല്യാണം കഴിഞ്ഞ ശേഷവും കുറേ വർഷങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. സ്ത്രീകളെന്ന് പറയുന്ന ആൾക്കാർ അവരുടെ ഡിമാൻഡ്സ് എന്താണ്, അവരുടെ വൈകാരികാവസ്ഥ എന്താണ്, അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്, അവരോട് നമ്മൾ കാണിക്കേണ്ട മാനേഴ്സ് എന്താണ്, ഇതൊക്കെ പഠിക്കാൻ പിന്നെ ഞാൻ സമയം എടുത്തിട്ടുണ്ട്. കല്യാണം കഴിക്കണ്ട അല്ല, സ്ത്രീ സുഹൃത്തുക്കൾ ചെറുപ്പത്തിൽ സ്ത്രീ സുഹൃത്തുക്കളില്ലാതിരിക്കുന്നതിനൊരു ദുരന്താണ് പറയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. സ്ത്രീകളുമായിട്ട് നമ്മൾ സൗഹൃദം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് ക്യാരക്ടർ വേറെ നിലയ്ക്കാണ് നമ്മൾ ബിൽഡ് ചെയ്യപ്പെടുക. അവരെ സ്ത്രീകളെ മനസ്സിലാക്കാൻ വീട്ടിൽ പെങ്ങന്മാരുണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനൊരു ഫാമിലിയിൽ അങ്ങനെ ഒരു ബോണ്ട് ആൻഡ് കണക്റ്റിൽ നമ്മൾ അതിങ്ങനെ പരസ്പരം മനസ്സിലാക്കി വളരുക എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു കാലമാണല്ലോ. അല്ല, ഇപ്പം മോളാണല്ലോ, അവളുടെ ഒരു ഇതെങ്ങനെയാണ് വളർന്നു വരുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അവളും എന്താ ഏത് കാറ്റഗറിയിൽ വരും? ജെൻസി തന്നെയാണല്ലോ. പിന്നല്ല, എനിക്ക് നമ്മുടെ എൻ്റെ 30-ാമത്തെയോ 40-ാമത്തെ വയസ്സിലൊക്കെ ഞാൻ കണ്ട് ശീലിക്കുന്ന, എനിക്ക് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അവൾ 5-ാമത്തെ വയസ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. നമ്മൾ സംസാരിക്കുന്ന അതേ കാര്യങ്ങൾ, ഓരോ സാധനമൊക്കെ എന്നെ ഫോണിൽ കൊണ്ട് കാണിച്ചു, ഇതാണ് പാപ്പ ഇപ്പോൾ ട്രെൻഡിങ് എന്ന വാക്ക് കൃത്യം പുള്ളി പറയും. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരിക്ക് അറിയാം, ഓരോ കാര്യം അറിയാം. ഞാനും എൻ്റെ വൈഫും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പാപ്പ അമ്മയെ പോയി ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന് പറയുന്നു. അത് മാധവിക്കുട്ടി പറയുന്ന പോലെ സ്നേഹം എനിക്ക് പ്രകടമായി തന്നെ വേണം അല്ലേ? നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ മടിക്കണ്ട. അല്ലാതെ ഇങ്ങനെ പിന്നെ പണ്ടൊക്കെ വീട്ടില് അച്ഛന്മാരെപ്പോഴും ഭയങ്കര സ്ട്രോങ്, ഇങ്ങനെ മക്കളോടൊന്നും വലിയ ഇൻറ്റിമസി ഇല്ലാതെ ഇങ്ങനെ മാറി നിൽക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മാറി, എല്ലാവരും എക്സ്പ്രസീവായി തുടങ്ങി. അങ്ങോട്ട് കൊടുത്താലേ തിരിച്ചു കിട്ടും. അതിനി പ്രണയം ആയാലും വേറെ ഇനി എന്തായാലും നമ്മൾ ആ മനസ്സ് നിറഞ്ഞു കൊടുക്കുവാണെങ്കിൽ. നമ്മളിപ്പോ എല്ലാം ജെൻസിയെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഈ ജെൻസിയുടെ അച്ഛന്മാരും അമ്മമാരും ഇല്ലേ, അവരേത് സി ആണ്? അവര് 80s ആണ്. ഞാൻ പറയുന്നത് 80s കിഡ്സില്ലേ, ഈ 80s കിഡ്സ് ആണ് ഏറ്റവും പൊളിയുന്നതാണ്. കാരണം അവരുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ അവർ ജനിച്ചു വീണത് എങ്ങോട്ടാണ്? ഒരു ബിഫോർ ഗ്ലോബലൈസേഷൻ മുമ്പുള്ള ഒരു കാലത്തേക്കാണ് അവർ ജനിച്ചു വീണത്. അവർ ഈ ഇന്ത്യയുടെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ കണ്ട് വളർന്ന ആൾക്കാരാണ്. നമ്മുടെ മുമ്പിൽ ചോയ്സേ ഉണ്ടായിരുന്നില്ല. കുളിക്കാൻ 5-6 ബ്രാൻഡ് സോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊക്കെ എൻ്റെ 80s ആകെ കണ്ടിട്ടുള്ള 3-4 ബ്രാൻഡ് കാറാണ്. ഇന്ന് ഇന്ത്യൻ വിപണിയിൽ എത്ര കാറുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. അവരാണ് എന്ത് ചെയ്യുന്നത്? അവരാണ് ഇപ്പോൾ ഈ ജെൻസി കിഡ്സിൻ്റെ അച്ഛനും അമ്മയും. എനിക്ക് തോന്നുന്നു ആ പേരൻസ് കുറേ കൂടി കിടുവായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവർ ആ പഴയ സാധനമൊക്കെ വിട്ടിട്ട് ഇവരുടെ ഈ വൈബിനൊപ്പം പോകുന്നുണ്ടല്ലോ. ഒരു ക്ലാഷ് ഉണ്ടായിട്ടില്ലല്ലോ. കാരണം എൻ്റർലി ഡിഫറൻ്റ് ആയിട്ട് 2 ജനറേഷനാണ് 80s കിഡ്സും ജെൻസിയും. 80s കിഡ്സും ജെൻസിയും തമ്മിൽ ക്ലാഷിലാണ്ടല്ലേ പോകുന്നത്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഭയങ്കര അഡാപ്റ്റബിലിറ്റി ഇവർക്കുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പഴയ കാലത്ത് നിന്നും പുതിയ കാലത്തേക്ക് വരുമ്പോൾ അവർക്ക് അഡാപ്റ്റബിലിറ്റി ഉണ്ട്. അവർ ഈ പറയുന്ന എല്ലാ റെവല്യൂഷനും കണ്ടു, ഡിജിറ്റൽ റെവല്യൂഷൻ കണ്ടു, ഇൻ്റർനെറ്റ് വരുന്നത് കണ്ടു,
ഈ പറയുന്ന മാറ്റം മുഴുവൻ അവർ കണ്ടു. അത് അതിനോട് അഡാപ്റ്റബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല എനിക്ക് സത്യത്തിൽ ഞാൻ ടെൻഷൻ 80s ഉണ്ട്. കിഡ്സ് ആയതുകൊണ്ടാണ്. ഞാൻ 90 ആണ്. എൻ്റെ മോനൊക്കെ വളർന്നു വരുമ്പോഴേ എന്തായിരിക്കും അപ്പോഴുണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് ആലോചിച്ച് എനിക്ക് ടെൻഷൻ ഉണ്ട്. ഈ പറയുന്ന പോലെ അമ്മ ബായ് അമ്മ ഡേറ്റിന് പോയിട്ട് വരാം എൻ്റെ ഫ്രണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയായിരിക്കുമോ? നമ്മളതിനെക്കുറിച്ച് ആകുലത വേണ്ടാന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അവര് ആകുലത അവരുടെ ഉണ്ടാ. ഇഷ്ടത്തിന് അങ്ങനെ വളരട്ടെ. തന്നെയായിരിക്കും. അവരുടെ സന്തോഷം അങ്ങനെ കണ്ടെത്തട്ടെ. തന്നെയായിരിക്കും. ആയിരിക്കും. മോനെ കല്യാണം കഴിച്ചു വിടാൻ ബാങ്കിൽ നിക്ഷേപം തുടങ്ങിയോ എന്തോ? ഇതുവരെ അല്ല, എന്തിനാ അതിനൊക്കെ ആലോചിച്ച് എന്തിനാ ടെൻഷനാവുന്നത്? അവര് അവരുടേതായിട്ട് നമ്മളെങ്ങനെയാ നമ്മുടെ കാലത്തിന്റെ അനുസരിച്ചല്ലേ നമ്മൾ ഒഴുകിയത്. അതുപോലെ എന്തായാലും മാറ്റം നല്ലതാണ്. നമ്മളിങ്ങനെ കുറെയൊക്കെ കുശുമ്പുണ്ടോ നമ്മുടെ ഉള്ളിൽ ജെൻസിയെ പോലെ ആവാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലേ? സീരിയസ്ലി ഇല്ല കേട്ടോ. കാരണം എന്താ, ജെൻസി എല്ലാ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല ജെൻസി, അങ്ങനെ വലിയ എക്സൈറ്റ് പക്ഷെ ചെയ്യിക്കുന്നില്ല. എനിക്കുണ്ടല്ലോ കുറെ ഓപ്ഷൻസ് നമുക്കുണ്ടായിരുന്നില്ല. അതിപ്പോ കരിയറിലായാലും പഠിക്കുന്നതിലായാലും ഇപ്പൊ യാത്ര ചെയ്യുന്നതിലായാലും ഒരുപാട് പ്രശ്നം നമുക്ക് അന്നൊക്കെ ഫിനാൻഷ്യലി ഒക്കെ മാനേജ് ചെയ്യാൻ വലിയ പാടായിരുന്നു. ഇപ്പൊ പക്ഷെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻസ് നമുക്ക് കിട്ടാതായി പോയല്ലോ, ഇല്ലാതായി പോയല്ലോ എന്നുള്ളതിൽ എനിക്കൊരു ചെറിയ സങ്കടം സമൂഹം തോന്നാറുണ്ട്. അങ്ങനെയാണ് ദിവ്യ. ഈ ജനസിക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങൾ അവരുടെ അടുത്ത തലമുറയ്ക്ക് കിട്ടും അല്ലേ? ടെക്നോളജിയുടെ കാര്യത്തിലായാലും സമ്പത്തിന്റെ കാര്യത്തിലായാലും ലോകത്തിന്റെ കാര്യത്തിലെല്ലാം ഇനി അടുത്ത തലമുറയ്ക്ക് കിട്ടുമ്പോൾ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഗതിയാണ്. ഇവർക്ക് കിട്ടില്ലല്ലോ. പണ്ട് മമ്മൂട്ടിയോട് ദൂരദർശൻ്റെ ഇന്റർവ്യൂവിൽ എനിക്ക് ഓർമ്മയുണ്ട്. മമ്മൂട്ടിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ജീവിതം കഴിഞ്ഞു പോയാൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോണ്ടാവുന്ന നിരാശ എന്താണ്? പുള്ളി പറഞ്ഞത്, ഈ ഗാഡ്ജറ്റ്സ് ഉണ്ടല്ലോ പുതിയ വരുന്നത്, ഞാൻ മരിച്ചു പോയതിനു ശേഷം പിന്നെയും വരുമല്ലോ പുതിയ സാധനം, ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് എനിക്ക് ഓർമ്മയുള്ളതാണ്. അങ്ങനെ വരും. നമ്മളിപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നു. നമ്മുടെ തൊട്ട് മുമ്പുള്ള തലമുറ ഫോൺ കണ്ടുപോലല്ലോ. നമ്മളിപ്പോൾ കയ്യിലിരിക്കുന്ന ഫോൺ എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണ്. അതിനേക്കാൾ അപ്പുറത്തേത് വരും. ഞാൻ പറഞ്ഞത് ജെൻസിയുടെ കയ്യിലുള്ള അവരുടെ ട്രെൻഡിങ്, അവരുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അവരുപയോഗിക്കുന്ന വാക്കുകൾ, അവരുപയോഗിക്കുന്ന സ്റ്റൈൽ, അവരുടെ ജീവിത രീതി, ഇതെല്ലാം ഒരു പെർഫെക്റ്റ് സംഗതിയാണ്, അതിഗംഭീരമാണ്. അതിലേക്ക് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ വിചാരിക്കേണ്ടതില്ല. അവരുടെ ലൈഫ് സ്റ്റൈലിനും സംസ്കാരത്തിനും അതിൻ്റെ നന്മയ്ക്കൊപ്പം തന്നെ എൻ്റെതായ കുഴപ്പങ്ങളും ഉണ്ട്. പക്ഷെ അവരുടെ കൂടെ പിടിക്കണമെങ്കിൽ നമ്മൾ കുറെയൊക്കെ എന്തിനാ അപ്ഡേറ്റഡ് അവരുടെ- ആവേണ്ടതുണ്ട്. ടെക്നിക്കലി ആയാലും നമ്മുടെ ഒരു സാധനത്തിൽ പിടിച്ചിരിക്കുകയാണ്. അതാണ്. നമുക്കിനി അല്ല, അത് അവരുടെ നമ്മൾ കൂടെ അതിൽ ലൂസ് ആവുന്നില്ല, അത്രേ ഉള്ളൂ. അല്ല, അവരുടെ വൊക്കാബുലറി മനസ്സിലാവും. നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഉപയോഗിക്കുന്നില്ല മാത്രമല്ല നമ്മൾ ഞാൻ അവരിൽ അവരുടെ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യം, ഞാൻ ജെൻസി കുട്ടികളുടെ അച്ഛനാണ്. ഞാൻ അവരിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം, ഒന്ന്, സ്വന്തമായ റൈറ്റ്സിനെ കുറിച്ച് അവർ ചെറുപ്പത്തിലെ ബോധവാന്മാരാണ്. അത് അവരുടെ പ്രൈം നീഡാണ്, അവരുടെ റൈറ്റ്സ്. നമുക്ക് അത്ര റൈറ്റ്സിനെ കുറിച്ച് ബോധം ഉണ്ടായിരുന്നില്ല, അതിനുവേണ്ടി നമ്മൾ വാദിക്കുകയുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ട്, ഭയങ്കര ഡെമോക്രാറ്റ്സാണ് ഇവർ. നമ്മുടെ തലമുറയേക്കാൾ ജനാധിപത്യ ബോധമുള്ള ആളുകളാണ്. മൂന്ന്, പുതിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അവർ. പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്നുണ്ട്. നമ്മൾ പറയും അവർ ഒട്ടും രാഷ്ട്രീയ ബോധമില്ല, സമൂഹത്തെക്കുറിച്ച് മനസ്സിലാവും. അങ്ങനെയൊന്നും അല്ല, അവർക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓപ്പൺ മൈൻഡഡ് ആണോ? ഇപ്പൊ എന്തെങ്കിലും അവർക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു ഇമോഷണലി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വന്ന് അത് ഷെയർ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായി, അത് പോയി, ബട്ട് അതെന്നെ വല്ലാതെ പറയും. ഇതൊക്കെ ഉണ്ട്. ഞാനൊരു പക്ഷേ ഇത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് സപ്പോർട്ടിങ് മെക്കാനിസമായിട്ട് നമ്മളുള്ളതുകൊണ്ട് കൂടിയാണ്. എനിക്ക് ഈ നമ്മളെ സപ്പോർട്ടിങ് കല്യാണത്തിന്റെ കൂടെ മെക്കാനിസം, അതുകൊണ്ടാണ് അവരാ മാറുന്നത്. ഞാൻ ഈ 80s കിഡ്സിനെ പ്രത്യേകം പറയാൻ കാരണം, ഈ ജെൻസി കിഡ്സിന്റെ പേരൻസ് എന്ന നിലയ്ക്ക് അവർ ചേഞ്ച് ആയതുകൊണ്ടുകൂടിയാണ് ഇവർ ചേഞ്ച് ആവുന്നത്. ആ ക്ലാഷ് ഇല്ലാതെ പോകുന്നത്. ഇവരും ചേഞ്ച് ആവുന്നുണ്ട്. അതൊരു നല്ല മാറ്റമാണല്ലോ. പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല ജെൻസി കിഡ്സിൻ്റെ കാര്യത്തിൽ തോന്നിയുള്ള കാര്യം, അത് ഫിസിക്കലിയാണ്. കുട്ടികളൊക്കെ വളരെ ചെറുതാണ്. അതായത് ഇവരൊരു 25 വയസ്സായാലും നമുക്ക് തോന്നുന്ന ഒരു +2 പഠിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതെന്തുകൊണ്ട് സംഭവം? ഇപ്പം ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. പൃഥ്വിരാജ് സത്യം സിനിമയിൽ അഭിനയിക്കുമ്പോൾ 21 വയസ്സേ ഉള്ളൂ. നസ്ലിൻ ഗഫൂറിന് 25 വയസ്സുണ്ട്. ഇതൊരു ജനറേഷൻ ഗ്യാപ്പാണ്. നിങ്ങൾ ഈ പ്രശ്നം നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി നോക്കിയാൽ കാണാം. എത്ര വയസ്സുണ്ട്? 29 വയസ്സ്. കുട്ടികളൊക്കെ വളരെ ചെറുതാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവാതെ. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണ്, വളരെ ചെറിയ കുട്ടികളാണ്. ഇനിയൊക്കെ അവരെന്നാണൊന്ന് വളർന്നു വരിക എന്ന് നമ്മൾ ആലോചിച്ചു. നമ്മൾ കുരങ്ങന്മാരിൽ നമ്മൾ മനുഷ്യരായതുപോലെയുള്ള ഒരു പരിണാമമായിരിക്കാം തീർച്ചയായും. ഞാൻ ഇതിലോ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ മനുഷ്യന്റെ തലമുറ വർഷങ്ങൾ കഴിയുന്തോറും ആളുകളുടെ ഉയരം കുറഞ്ഞ് അവർ വീണ്ടും ബാക്ക് ടു രാഷ്ട്രീയ ബോധത്തിനെ അതുപോലെ ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നതാണ്. അതിന്റെ വസ്തുത എനിക്കറിയില്ല, അത് സയന്റിഫിക് ആണെന്ന് അറിയില്ല. ഈ ആളുകളുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറയുകയാണ് ആണുങ്ങളുടെ എന്ന് പറയുന്നു. അതായത് 70 വർഷം മുമ്പ് 70 വയസ്സുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്ന ടെസ്റ്റോസ്റ്ററോൺ ലെവലാണ് ഇപ്പോൾ 20 വയസ്സുകാർക്കുള്ളതെന്നാണ് പറയുന്നത്. അതുള്ളതാണോ അറിയില്ല. അതുകൊണ്ട് ഈ മീശയും താടിയൊക്കെ ഉണ്ടാവുന്ന കാര്യത്തിലൊക്കെ അപ്പോൾ ഇത് പറഞ്ഞത് രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞില്ല. ഞാൻ ഇന്നലെ വൈകിട്ടൊരു വീഡിയോ കണ്ടതാ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ഈ ജെൻസിയുടെ അടുത്ത് ചോദിക്കുക, അറിയില്ല. PM ആരാണെന്ന് ചോദിക്കുന്നു, അറിയില്ല. കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ച് അറിയുണ്ടാവില്ലല്ലോ. രാഷ്ട്രീയ അവര് വയനാട്ടുകാരിയാണ്. അപ്പോൾ വോട്ട് ചെയ്തോന്ന് ചോദിക്കുന്നു. വോട്ട് ചെയ്തു. ആർക്കാ വോട്ട് ചെയ്തത്? ഇന്ദിരാഗാന്ധി തന്നെ പറഞ്ഞു. അവിടെ ജെൻസിയായിട്ട് ചെറിയ പ്രശ്നമുണ്ട്.
ടെക്നോളജി അത് വരെയുള്ളത് ഓക്കെയാണ്. അവിടെ ഇന്ദിരാഗാന്ധിക്ക് വോട്ട് ചെയ്തു. ഇന്ദിരാഗാന്ധിക്ക് വോട്ട് ചെയ്ത ആ പെൺകുട്ടിയായിട്ട് എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്. ബിക്കോസ് അത് ഭയങ്കര പ്രശ്നം. പൊളിറ്റിക്കലി പ്രശ്നമാണ് പിണറായി ഇന്ദിരാഗാന്ധിക്ക് വിജയനെ വോട്ട് ചെയ്തത്. അറിയണമെന്നില്ല, നരേന്ദ്രമോദി അറിയണമെന്നില്ല, പക്ഷെ വോട്ട് ചെയ്ത ആള് അത് ഇന്ദിരാഗാന്ധി എന്ന് അറിഞ്ഞു വെച്ചതിൽ എനിക്ക് പ്രശ്നമുണ്ട്. അല്ല അങ്ങനെയുള്ള അത് ആൾക്കാർ അറിയണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കാലത്ത് ഉണ്ടായിരുന്നില്ലേ? ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത ആൾക്കാർ നമ്മുടെ തലമുറയിൽ ഉണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഇത്രയും വളർന്നില്ലേ? അന്ന് നമ്മളിപ്പം വേറൊരു സ്റ്റേറ്റിലോ ഇല്ല വേറൊരു ജില്ലയിലോ എന്ത് നടക്കുന്നതെന്ന് നമുക്കറിയാം ഓപ്ഷനില്ല. ഇതിപ്പോ എന്താ ഈ അവർക്ക് പ്രിയങ്ക ഗാന്ധി താല്പര്യമില്ലേ? നാട്ടിൽ വന്ന അപ്പോഴേ നമ്മുടെ ഈ എല്ലാ അവർക്ക് അതിന് താല്പര്യമില്ലാത്ത ഒരു താല്പര്യമില്ല. കാര്യത്തെ അതിന് കുറിച്ച് താല്പര്യമില്ല. ഒരാൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കണം എന്തിനാണ്? പൊളിറ്റിക്സ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുൾ ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ എല്ലാവരും എനിക്കും പറയാൻ പറ്റില്ല. എനിക്ക് നമുക്ക് അത്യാവശ്യം പിന്നെ അറിയുന്ന സാധനങ്ങളാണ് നമ്മുടെ ഒരു നമ്മൾ ഭാവുകത്വം ഉണ്ടല്ലോ. നമ്മൾ രാഷ്ട്രീയ ബോധമുള്ളവർ. ആ രാഷ്ട്രീയം അല്ല അവരുടേത്. അവരുടെ രാഷ്ട്രീയം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അവരുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ കുറിച്ചുള്ള അവരുടെ ബോധമാണ് അവരുടെ രാഷ്ട്രീയം. ഈ പൊളിറ്റിക്സ് ആണ് പുതിയ തലമുറ പറയുന്നത്. നമ്മൾ വിചാരിക്കും കോൺഗ്രസിന്റെ ACC പ്രസിഡന്റ് ആരാണെന്ന് പറയുന്നതാണ് രാഷ്ട്രീയ ബോധം. അതല്ല. അല്ല. അവൻ എങ്ങനെ ലോകത്തെ കാണുന്നു, അവൻ എങ്ങനെ രാജ്യത്തെ കാണുന്നു, അവന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അവന്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.